അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. സ്നേഹ സമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ മഗ്രിബ് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുവാനും ഈ സഭാ ഹാളിൽ ദീനിയായി പഠിക്കാൻ വേണ്ടി മാസിൽ നടക്കുന്ന വിജ്ഞാനവേദിയിൽ പങ്കാളികളാകാനും ഉള്ള സൗഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു നമ്മളിൽ നിന്നും ഈ ഒരു പുണ്യകർമ്മം സ്വീകരിക്കുമാറാകട്ടെ. ഇതെല്ലാം പഠിച്ചെടുത്ത് നമുക്കൊക്കെ നിസ്സഹായമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത ആ ഒരു ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി നിൽക്കുന്ന ആ ഒരു സമയത്ത് അവിടെ നമ്മുടെ ബന്ധുക്കൾക്ക്, ഏറ്റവും അടുത്ത ആളുകൾക്ക് നമ്മളെ കുളിപ്പിക്കാനുള്ള അറിവ്, നമ്മൾക്ക് ആ അറിവ് ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യവും അതിന് മറ്റൊരാളെ വിളിക്കേണ്ടാത്ത വിധം അത് പഠിച്ചിരിക്കലും നമ്മുടെയൊക്കെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് കുളിപ്പിച്ചത് ഭാര്യ അസ്മാ റളിയല്ലാഹു അൻഹയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മയ്യത്ത് കുളിപ്പിച്ചത് ഭർത്താവ് അലി റളിയല്ലാഹു അൻഹുവാണ്. അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും ഒക്കെ മയ്യത്ത് കുളിപ്പിക്കാൻ, അത് ആരാണോ നമ്മളിൽ ആദ്യം മരിക്കുന്നത് മറ്റവർക്ക് ചെയ്യാൻ, പിതാവ് മരിച്ചാൽ അത് ആൺമക്കൾ അത് കൃത്യമായി കുളിപ്പിക്കാനും പെൺമക്കൾക്ക് അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുക എന്നതും, തിരിച്ച് ഉമ്മ മരിച്ചാൽ അത് പെൺമക്കൾ കുളിപ്പിക്കുകയും ആൺമക്കൾക്ക് അതിനുള്ള വെള്ളം എടുത്തു കൊടുക്കാനും മറ്റുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മുടെ വീട്ടിൽ ആര് മരിച്ചാലും അതിന് മറ്റൊരാൾ വരാത്ത വിധം അതൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് രോഗിയായി കിടക്കുമ്പം അവിടെ ശ്രദ്ധിക്കേണ്ടുന്നതായ കാര്യങ്ങൾ, രോഗപരിചാരകരായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, രോഗസന്ദർശകർ അവർ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ മരണവുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയിലുള്ള മരണമാണ് നമ്മൾക്കുണ്ടാകുക എന്നും ആ രണ്ട് മരണത്തിൽ വന്നാസിയാത്തി അർഖ വന്നാഷിത്താത്തി നഷ്ത, മുഴുകിപ്രവേശിച്ച് ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം, എളുപ്പത്തിൽ അഴിച്ചുവിടുന്നവ തന്നെയാണ് സത്യം. ഈ രണ്ടാലൊരു മരണമായിരിക്കും നമുക്കുണ്ടാകുക എന്നതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ വിശാലമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. തുടർന്ന് മരണം സംഭവിച്ചാൽ എന്താണ് നമ്മൾ പ്രാഥമികമായി ചെയ്യേണ്ടത് എന്നതും കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്ത ആൾക്കാരൊന്ന് കൈയൊക്കെയാ സൗകര്യമാണ്. അപ്പോൾ കുറച്ച് പറയേണ്ടി വരും അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നോലൊക്കെ ഇവിടെ ഇതൊക്കെ പുതിയ ആൾക്കാരാണല്ലോ,
അപ്പൊ അന്നേരം കൈയൊക്കെയാണ് രണ്ടിനും ആളുണ്ടോ? ശരി, ഓക്കെ. അപ്പൊ എന്തായാലും പിന്നെ ആ ഒരു ഭാഗം, അതായത് എല്ലാം പറയാന്നുണ്ടല്ലോ, ആ ലാസ്റ്റ് ഭാഗം നമ്മൾ ആ മരിച്ചാൽ എന്ത് ചെയ്യണം, കണ്ണ് ചിമ്പേന്തലും അവിടുന്ന് നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. അതിനേ സമയം ഉണ്ടാവുള്ളൂ. ഓക്കെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ പറഞ്ഞു വന്നെന്താ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മരിച്ചു കഴിഞ്ഞാല് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കണ്ണ് ചിമ്പി കൊടുക്കുക എന്നാണ്. അതൊന്ന് നല്ലോണം അമർത്തി പിടിക്കണം എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അമർത്തി പിടിക്കുമ്പോഴാണ് എന്ത് ചെയ്യാ, അവിടെ നേരെ നിൽക്കും. പിന്നെ പ്രത്യേകിച്ച് വായൊക്കെ പിളർന്നിരിക്കും. അങ്ങനെ വെന്റിലേറ്ററിലൊക്കെ രോഗിയാണെങ്കിൽ, അങ്ങനെ മരിച്ചതാണെങ്കിൽ എന്തുണ്ടാവും, ഭയങ്കരമായിട്ട് പൈപ്പ് കുടിക്കുന്ന ചിലപ്പോൾ പിന്നെ കൂടാൻ പ്രയാസമാവും. അപ്പൊ നഴ്സുമാരൊക്കെ ചെയ്യും, അവരൊരു താടി കെട്ടുന്നവർക്ക് വെറുതെ കെട്ടിടും. അപ്പൊ ഇതൊന്നും കൂടൂല, ചുട്ടും പല്ലൊക്കെ കാണും, വായ പിളർന്നിരിക്കും, ചിലപ്പോ കണ്ണിങ്ങനെ നീറ്റിരിക്കും. അതൊക്കെ മരിച്ച് ആ ചൂടാറുന്നതിന് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്, പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം. വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതില് അത് ചെയ്യുമ്പോ കഴിഞ്ഞ ഉപയോഗിച്ചതിനോട് സൗകര്യമായി. നമ്മൾ പറഞ്ഞു ഇതില് ഇങ്ങനെ കെട്ടുമ്പോ ഇങ്ങനെ ഒന്നായിട്ടുള്ള ശീലമാകുന്നുണ്ടാവും. അതിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിങ്ങനെ ഊരിപ്പോരുന്നത് അല്ലേ? ഇങ്ങനെ കെട്ടിയാൽ ഇങ്ങനെ ടൈറ്റ് ആക്കും, അങ്ങനെ ഊരിപ്പോരും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ട് ഭാഗവും കീറിയിട്ട് എന്ത് ചെയ്യുന്നു, ഇതാ ഈ ചെവിയുടെ ഇടയിലൂടെ എടുക്കണം അല്ലേ? ഓർമ്മല്ലേ? വരാത്തവർക്ക് ഇതന്നെ മതിയാവും പഠിക്കാൻ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കെട്ടേണ്ടത് പറഞ്ഞു അല്ലേ? ഇങ്ങനെ കെട്ടുമ്പോ അതെന്ത് ചെയ്യും, ഇങ്ങനെ ടൈറ്റ് ആയി നിൽക്കും. ഇതില് നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ ആ ശീലയോട് കെട്ടുമ്പോൾ, അതേപോലെ മുറിവൊക്കെ കെട്ടുന്ന ശീലാകുമ്പോൾ ഇങ്ങോട്ട് വലിഞ്ഞു പോരുമ്പോ, പ്രത്യേകിച്ച് വായൊക്കെ പിളർന്നിരിക്കുന്ന രോഗിക്ക് ഒരിക്കലും ആരും കൂടാൻ പ്രയാസമായിരിക്കും. അപ്പൊ അതിങ്ങനെ കെട്ടിയാൽ എന്ത് ചെയ്യും, ശരിക്ക് വായ പിളർത്തി പിളർത്തിക്കോ, വായ പിളർത്തി ഇങ്ങനെ ടൈറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ കൂടും. അങ്ങനെ ആ കൂട്ടി കഴിഞ്ഞാൽ എന്താവും, എന്നിട്ടും ചുണ്ടോ പല്ലോ ഒക്കെ എന്തുണ്ട്, നമ്മുടെ ചുണ്ടങ്ങനെ ഇവിടെ നിൽക്കണമെങ്കിൽ അവിടെ ഇങ്ങനെ ചെയ്താൽ മതി, കണ്ണ് കൂട്ടിയത് പോലെ ഇങ്ങനെ പൊത്തി അമർത്തി പിടിച്ചു കൊടുത്തത്. ശരി, അപ്പൊ എന്ത് ചെയ്യും, ആ ചുണ്ടും ഇതൊക്കെ അത് വെക്കും. അങ്ങനെ കണ്ണ് ചെമ്പി ചെയ്താൽ, ഈ ഇത്രയും ഭാഗം ചെയ്താൽ പിന്നെ എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ മയ്യത്തിനെ താങ്ങി ഇരുത്തണം. ഇങ്ങനെ പിടിച്ചിട്ട് മയ്യത്തിനെ എന്ത് ചെയ്യണം, ഇങ്ങനെ താങ്ങി ഇരുത്തണം. അങ്ങനെ താങ്ങി ഇരുത്തുമ്പോൾ ശ്രദ്ധിക്കാണെന്ന് വെച്ചാൽ, ഈ കയ്യിൽ മനുഷ്യരെ കിടന്നാൽ ഈ കയ്യിൽ എന്ത് ചെയ്യും, ഈ കയ്യിലാകാതെ നിൽക്കും. പക്ഷേ ഈ ഒരു ഒറ്റ പിടുത്തത്തില് നമുക്ക് പൂർണ്ണമായി ഇങ്ങനെ നിർത്താൻ കഴിയുമാണ്. കാരണം കഴുത്തത് ഈ കഴുത്തിങ്ങനെ അവിടെയാണ്, ഇവിടെ ഈ ഒരു ബാലൻസ് കിട്ടും. ഇവിടെ ഒരു ബാലൻസ് കിട്ടും. അപ്പൊ ഇവിടെ അങ്ങോട്ട് പോകില്ല, ഇങ്ങനെ നിൽക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാ, ഇങ്ങനെ താങ്ങി പിടിക്കുക. എന്നിട്ട് അങ്ങനെ തന്നെ എന്ത് ചെയ്യാം, ഇങ്ങനെ കിടക്കുക. ഇതെല്ലാം ആവർത്തിച്ച് ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം. മനസ്സിലായില്ലേ? ഇങ്ങനെ ആളെ മരിച്ച ആളെ ചെയ്യണത് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുന്നു, എന്നിട്ട് കൈകാലുകളെല്ലാം മടക്കി നിവർത്തുന്നു. ഇങ്ങനെ പിടിച്ചിട്ട് മടക്കുന്നു, നിവർത്തുന്നു. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ കൈയും കാലും ഒക്കെ ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം നമ്മൾ മടക്കി നിവർത്തുന്നു. ഇതേപോലെ കാല് ചെയ്യുന്നു, ഇങ്ങനെ മടക്കുന്നു. ശരിക്കും നമ്മളിങ്ങനെ ഇങ്ങനെ ശരിക്കും മടക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ മടക്കിയിട്ട് ഇതെന്തിനാന്നറിയില്ല. ഇതെന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് മയ്യത്ത് ഒന്നുകൂടെ ഫ്ലെക്സിബിൾ ആവുന്നത്, കുളിപ്പിക്കുന്നു. അല്ലെങ്കിൽ വെറുങ്കലിച്ചു നിൽക്കും, പിന്നെ അനങ്ങൂല. കൈകാൽ വെച്ചുകൊണ്ട് അനങ്ങൂല. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, കൈകാലുകളെല്ലാം സ്ഥലല്ലേ, ഒന്ന് സൗകര്യം കൊടുത്താൽ, അല്ലെങ്കിൽ ഇരുന്നോളി ഒന്ന് മുന്നോട്ട് അടുപ്പിച്ചു കൊടുത്താൽ, ചേരട്ടോ അന്നെടുത്ത് ഉള്ളിൽ വിട്ടു വേഗം നോക്കി. അപ്പോ എന്ത് ചെയ്യുന്നു, കൈകാലുകളെല്ലാം നമ്മള് മടക്കി നിവർത്തും. നല്ലോണം അടുത്തിരുന്നു, നല്ല അടുത്തിരുന്നു. കേൾക്കാൻ പ്രശ്നമില്ല. അടുത്തിരുന്നാൽ അവർക്ക് ബാക്കോട്ട് കിട്ടും. അപ്പോ കൈകാലുകൾ മടക്കി നിവർത്തിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കാലുകെട്ട്. എന്നിട്ട് നമ്മള് ഈ രണ്ട് കാലും എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കെട്ടിക്കൊടുക്കും.
രണ്ട് കാലും ഇങ്ങനെ കൈക്കൊയ്യാത്തൊരു പ്രശ്നമുണ്ട്. ഓക്കെ, ഇത് നമ്മള് ഇങ്ങനെ ഈ കാലുകള് രണ്ടും എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ചിലപ്പോ വൈഡൊക്കെ ആയിട്ട് നിൽക്കും. അപ്പോ നേരെ നിവർത്തി വെച്ചിട്ട് ഇവിടെ കൂടി എന്ത് ചെയ്യുന്നു, നമ്മളിങ്ങനെ കെട്ടും. മനസ്സിലായി? ഇങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെ കെട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മള് കെട്ടും. കൈയും എന്ത് ചെയ്യുന്നു, നമ്മൾ നിവർത്തി ഇങ്ങനെ നേരെ വെക്കും. ചില ആൾക്കാർ കൈ കെട്ടി വെക്കും. കെട്ടി വെച്ചാൽ ഞാൻ കെട്ട് അയക്കാൻ കഴിയില്ല. മനസ്സിലായി? കെട്ടി വെച്ചാൽ എന്ത് ചെയ്യാം, പിന്നെ അതങ്ങനെ നിൽക്കും. പിന്നെ ചൂടാറി കുളിപ്പിക്കാനാവുമ്പോൾ പിന്നെ അതിനോട് അയച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് കൈകാലുകൾ നിവർത്തി വെക്കണം എന്നാണ് ഹദീസിലുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, കൈകാലുകളെല്ലാം നമ്മൾ നിവർത്തിയാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പോ പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു, ഇങ്ങനെ വേദനയോടുകൂടി വളരെ വേദന ഉണ്ടാവും മരിക്കുമ്പോൾ. അപ്പൊ മൂത്രം മലമൊക്കെ പോകാൻ സാധ്യത ഉണ്ട്. കഴിഞ്ഞ കൃത്യം സൂചിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മരണസമയത്ത് നല്ല വേദന അനുഭവിച്ചിട്ടുണ്ട്. റസൂലുള്ള പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ സമയത്ത് മരണത്തിനോട് തൊട്ട് മുമ്പ് റസൂലുള്ള പറഞ്ഞത്, അല്ലാഹുമ്മ ഐനി ഗമറാത്തിൽ മൗത്ത് വസഖറാത്തിൽ മൗത്ത്, മരണത്തിന്റെ പിടുത്തത്തിൽ അതിന്റെ വേദനയിൽ നിന്ന് ആശ്വാസം നൽകണമേ എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ആ സമയത്ത് വേദനയും ഒരു പിടുത്തവും നമുക്കൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ മലും മൂത്രമൊക്കെ പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ മലമൂത്രമൊക്കെ പോകാനുള്ള സാധ്യത കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഡ്രസ്സൊക്കെ അപ്പഴിച്ച വേഗം കിട്ടും. ആ സമയത്ത് അയക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ചൂടാറുമ്പോൾ എല്ലാം നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പൊ കഴിച്ച് നമ്മൾ നിന്നു ആളെ നേരത്തെ പോലെ താങ്ങിയിരുത്താം. ഇങ്ങനെ എന്ത് ചെയ്യാം, ഇങ്ങനെ ഇവിടെ കൊളുത്താനുള്ള സ്ഥാനം ഉണ്ട്. അങ്ങനെ അവിടെ ഉണ്ടോ? അങ്ങനെ റെഡിയാണ്, റെഡി. ഓക്കെ, അപ്പൊ ഇങ്ങനെ താങ്ങിയിരുത്താം കേട്ടോ. അതിന്റെ താങ്ങി ഇരുത്തിട്ട് ഇങ്ങനെ ഇരുത്താനിപ്പോ ഇങ്ങനത്തെ സൗകര്യം ഉണ്ടാവില്ലല്ലോ നമ്മുടെ വീട്ടിലാവും. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ആളെ തന്നെ നേരത്തെ പിടിച്ചുമാരി പിടിക്കാം. ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാം, വെക്കാം. മനസ്സിലായില്ലേ? ഇങ്ങനെ വെച്ചിട്ട് നമ്മള് ഈ താങ്ങി ഇരുത്തിയതിനു ശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യാം, താങ്ങി ഇരുത്തിട്ട് ഇവിടെ പിന്നെ ഇതൊക്കെ അഴിച്ച് പിന്നെ കാല് ഇങ്ങനെ വൈഡാക്കി വെക്കാം. ഇപ്പൊ താങ്ങിയിട്ടില്ല കൂടി നേരെ കിടന്നാലും ചെയ്യാൻ പറ്റും. താങ്ങിയിരുത്താൻ നിർബന്ധം കേട്ടോ. അങ്ങനെ കാല് തീർന്ന് നമ്മളിങ്ങനെ ഒന്ന് വൈഡാക്കി വെക്കുക. എന്നാലെന്താ, നമുക്ക് ശരിക്ക് ഡ്രസ്സൊക്കെ അഴിച്ച് കാല് വൈഡാക്കി വെച്ചിട്ട് ഇവിടെ ഒക്കെ ഇങ്ങനെ തുടച്ച് ഒരു തോർത്തും പിന്നെ ഇതൊക്കെ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യാം, ഒക്കെ റെഡി ആയിക്കണം. തോർത്ത് എല്ലാം എന്തിന് നേരം വഴിക്കാലും ഞങ്ങൾക്ക് പ്രയാസം ഒക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞൊക്കെ കൊണ്ടുവരണം. അപ്പൊ ഒന്നല്ല തോർത്ത്. ശരി, അപ്പൊ എന്ത് ചെയ്യാ, ഇങ്ങനെ പിന്നെ ഇത് എന്ത് ചെയ്യാ, ഇങ്ങനെ ശരിക്ക് ഇങ്ങനെ ഓക്കെ. അപ്പോ എന്നിട്ട് നമ്മുടെ ഈ ഒരു ബക്കറ്റിൽ എന്ത് ചെയ്യാം, ബക്കറ്റ് ഒക്കെ ഞാൻ പറഞ്ഞില്ല നേരത്തെ. ഓക്കെ, ഈ ബക്കറ്റിൽ ഇങ്ങനെ നമ്മളൊരു വെള്ളം എടുക്കുന്നവരെ എന്തെങ്കിലും വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തുടക്കം ഇവിടൊക്കെ മാലും മൂത്രമൊക്കെ ഡ്രസ്സൊക്കെ വെച്ചിട്ട് അപ്പൊ നമ്മളൊരു ഇവിടെ ഒരു മറച്ചു വെക്കണം. അങ്ങനത്തെ ഒരു തോർത്ത് കൊടുത്തൊരു സാധനമായി നമ്മളിത് അയച്ചു കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ അയച്ചാൽ ഒന്ന് ഇങ്ങനെ ഇടണം. മനസ്സിലായി? അപ്പൊ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ മൊത്തം നമുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കുക. ഇത് കുളിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യും. ആശുപത്രിക്കാരൊക്കെ സാധാരണ ഇങ്ങനെ ചെയ്യാറുണ്ട്. നമുക്ക് മയ്യത്തെടുത്ത് തരണമെങ്കിൽ എന്ത് ചെയ്യും, ഒരാളെ 3/4 മണിക്കൂർ 1 മണിക്കൂർക്ക് താമസം ഉണ്ടാവും. അതിൽ ഇങ്ങനെ മൊത്തം തുടക്കും. അങ്ങനെ ഒരു തുടച്ചില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഈ വൃത്തികേടൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി തുടച്ച് വൃത്തിയാക്കാൻ അതേറെ നമുക്ക് സഹായകരങ്ങൾ ചെയ്യാം. എന്നിട്ട് അങ്ങനെ ആ തുടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് നേരെ മയ്യത്തിനെ അങ്ങനെ തന്നെ കടത്തുമ്പോ ഈ പറഞ്ഞ പിടുത്തം പിടിച്ചാൽ മതി. ഇത് ഇങ്ങനെ ഈ പിടുത്തത്തിൽ ഇങ്ങനെ കടത്തിയാൽ എന്താവും, നേരെ കിടക്കും കേട്ടോ. അപ്പോ ഇങ്ങനെ ഇത്രയും ചെയ്താൽ നമ്മള് എന്ത് ചെയ്തു, ഡ്രസ്സൊക്കെ അഴിച്ച് മാറ്റി മലും മാലിന്യൊക്കെ തുടച്ച് നീക്കി ഒക്കെ ഒന്ന് വൃത്തിയാക്കി
കൈകാലുകളൊക്കെ മടക്കി നിവർത്തി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എന്നിട്ട് നമ്മള് ഒരു തുണി, ഒരു വെള്ള തുണി നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ മുകളിലിട്ട് കൊടുക്കും. ഇങ്ങനെ മുകളിലിട്ട് കൊടുക്കും ഒരു വെള്ള തുണി. അപ്പൊ വീട്ടിൽ നിന്നാണെങ്കിൽ ഇങ്ങനത്തെ ഒരു തുണി ഇട്ടാൽ മതി. അങ്ങനത്തെ ഒരു തുണി ചെയ്യുന്നു നമ്മള് നേരെ മുകളിൽ. ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. പ്രാഥമികമായി ഒരാൾ മരിച്ചാൽ ചെയ്യാൻ വീട്ടിലേക്ക് മറ്റൊരാൾ വരേണ്ടതില്ലേ. കാരണം നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്ന ആർക്കും അത് ചെയ്യാം അല്ലേ. ആദ്യം കണ്ണി ചിപ്പി കൊടുക്കുന്നു, പിന്നെ താടി കെട്ടി കൊടുക്കുന്നു, ചുണ്ടൊക്കെ കൂട്ടി കൊടുക്കുന്നു, എന്നിട്ട് കാല് കെട്ടി കൊടുക്കുന്നു അല്ലേ. ഇതാണ് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നു? ആ കാലിന്റെ കെട്ടൊക്കെ ഒന്ന് അഴിച്ച് നമ്മള് എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മള് കാല് മയ്യത്തിനെ നിവർത്തിയിരുത്തുന്നു, അതേപോലെ കിടത്തുന്നു. കൈകാലുകളെല്ലാം മടക്കി നിവർത്തുന്നു, അതെ മടക്കി നിവർത്തുന്നു. തുടർന്ന് മലവും മാലിന്യവും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ ഡ്രസ്സൊക്കെ അഴിച്ച് മാറ്റി തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ഡ്രസ്സ്, ഇങ്ങനെ ഒരു തുണി മുകളിൽ കൊടുക്കും. ഇതാണ് ഒരാൾ മരിച്ചാൽ നമ്മൾ പ്രാഥമികമായി ചെയ്യേണ്ടുന്ന കാര്യം. ഇനി നമ്മൾ നേരെ മയ്യത്ത് കുളിപ്പിക്കുന്നതാണ് ഇനി നമ്മൾ പഠിക്കുന്നത് അല്ലെ. മയ്യത്ത് കുളിപ്പിക്കുന്നത് അവിടുന്ന് കിട്ടുന്നതാണ് ഇനി നമുക്ക് വിശദമായിട്ട് പറയേണ്ടത്. മറ്റത് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത്. ഓക്കെ, മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മയ്യത്തിന്റെ ഡ്രസ്സ് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ തലയുടെ ഭാഗത്തുള്ള ഡ്രസ്സ് നേരെ ഈ ഗുഹ്യാവയവത്തിന്റെ സ്ഥാനത്തേക്ക് മാറ്റുക. ഈ ഭാഗത്ത് എന്ത് ചെയ്യുക? ഡ്രസ്സ് ഗുഹ്യാവയവത്തിന്റെ സ്ഥാനത്തേക്ക് മാറ്റുക. എന്നിട്ട് ഈ കാലിന്റെ കെട്ട്, അതേപോലെ തലയുടെ കെട്ടൊക്കെ നമുക്ക് അഴിക്കുക. തലയുടെ കെട്ടൊക്കെ അഴിക്കുക, എല്ലാം അഴിക്കുക. അപ്പൊ ഇതിങ്ങനെ എല്ലാവരും നിന്നോളും. പിന്നെ എന്ത് ചെയ്യില്ല, അതിങ്ങനെ തിരിച്ച് വായ തുറക്കൂല, ഒക്കെ ഉറച്ചു വരും. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ ഭാഗം നമ്മൾ മറച്ചു വെച്ചിട്ടായിരിക്കും. ഈ തുണി എന്ത് ചെയ്യാം? ഈ തുണി നമ്മള് ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ഇങ്ങനെ ഈ തുണിയോട് എടുക്കുമ്പോ ഇങ്ങനത്തെ ഒരു തുണി ഇങ്ങനെ ഇട്ടാം, ഒരു തോർത്ത്. അതായത് മുട്ടുപൊക്കിളിന്റെ ഭാഗം മറച്ചു വെച്ചുകൊണ്ടാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. മനസ്സിലായി? നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഈ ഭാഗം മുട്ടുപൊക്കളിന്റെ ഭാഗം ഒരു തോർത്തോണ്ടോ മറ്റൊരു തുണിയോണ്ടോ എന്ത് ചെയ്യണം? നമ്മൾ മറച്ചു വെച്ചുകൊണ്ടാണ് മയ്യത്ത് കുളിപ്പിക്കാൻ ആരംഭിക്കേണ്ടത്. പെണ്ണാണെങ്കിലും ഞാൻ ചെയ്യാം. പെണ്ണാണെങ്കിൽ സ്ത്രീകളാകുമ്പോൾ സ്ത്രീകൾ മാത്രമല്ല അവിടെ ഇങ്ങനെ ഒരു തുണി ഇട്ടിട്ടാണ്. ഇപ്പൊ ആ തുണി മൊത്തമുള്ള നിങ്ങളുടേതായാലും കുഴപ്പമില്ല. ഈ ഒരു ഭാഗം മുട്ടുപൊക്കളുടെ ഭാഗം മറച്ചിട്ടാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. കുറച്ച് നീണ്ടു പോയാലും കുഴപ്പമില്ല, അത് കുറച്ച് നീളുണ്ടല്ലോ, ദൂരത്തുള്ളത്. അപ്പൊ നമുക്ക് ഇനി അതെന്തിനായോ, എന്നിട്ട് നമ്മൾ ഈ ഗുഹ്യാവയവത്തിന്റെ ഭാഗം കഴുകുമ്പോ നമ്മൾ ഇതൊന്ന് പൊക്കിയിട്ട് അടുത്തിരിക്കുന്ന ആള് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗ്ലൗസോ ശീലയോ ഒക്കെ ചുറ്റി, ഗ്ലൗസ് ഉണ്ടാവും. ഗ്ലൗസ് എന്ത് ചെയ്യാം? നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കൈക്ക് ഒരു ഗ്ലൗസ് ഇട്ടിട്ട് നമ്മുടെ ഇടത്തെ കൈകൊണ്ടാണ് അതൊക്കെ നമ്മൾ വൃത്തിയാക്കുന്നത് കേട്ടോ. ഇടത്തെ കൈകൊണ്ട് എല്ലാം നമ്മളിങ്ങനെ വൃത്തിയാക്കും. ഇങ്ങനെ ഗ്ലൗസ് ഇടാം. എന്നിട്ട് മയ്യത്ത് നേരത്തതുപോലെ താങ്ങിയിരിക്കുക. ആദ്യം ചെയ്യേണ്ടത് കേട്ടോ, ഗുഹ്യാവയവത്തിന്റെ ഭാഗം നന്നായി കഴുകുക എന്നുള്ളത്. സത്യത്തിൽ എന്താ പറയുക, മയ്യത്ത് കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. എന്ന് പറഞ്ഞാൽ വലിയ അശുദ്ധി ഉണ്ടായാൽ എങ്ങനെയാണോ കുളിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതൊരു വലിയ സംഭവമല്ല, മനസ്സിലായില്ലേ? വലിയ അശുദ്ധി ഉണ്ടായാൽ ഒരാണും വേണ്ട ഒരു പെണ്ണും എങ്ങനെയാണ് കുളിച്ച് വൃത്തിയാകേണ്ടത്, ആ വലിയ അശുദ്ധി ശുദ്ധിയാകേണ്ടത്, അതുപോലെ തന്നെയാണ് മയ്യത്തും. ഇപ്പൊ വലിയ അശുദ്ധി കാര്യം ചെയ്യണം, ആദ്യം നമ്മൾ ഗുഹ്യാവയവം കഴുകണം എന്നാണ്. അപ്പോ ആ ഗുഹ്യാവയവം കഴുകാൻ വേണ്ടി മയ്യത്തിനെ ഇങ്ങനെ താങ്ങി ഇരുത്തുന്ന ഇതുപോലെ അങ്ങനെ സ്ട്രെച്ചർ ഇങ്ങനെ താങ്ങി ഇരുത്തുന്നു. നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു ഇങ്ങനെ പിടുത്തം പിടിക്കുക. ഇങ്ങനെ താങ്ങി ഇരുത്തിയ ശേഷം എന്ത് ചെയ്യാം? മയ്യത്തിനെ താങ്ങി ഇരുത്തിട്ട് വയറ്റത്ത് ശക്തിയായി തടവണം. അപ്പൊ വയറ്റത്ത് ഇങ്ങനെ പിടിച്ചിട്ട് മയ്യത്ത് അങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ നേരെ ഇരിക്കുക. അത് ഒരയിട്ടിട്ട് നേരെ ഇരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? വയറ്റത്ത് ശക്തിയായി തടവണം. പക്ഷേ ഇങ്ങനെ തടവുമ്പോ എന്ത് ചെയ്യും? മലൊക്കെ ഉണ്ടെങ്കിൽ താഴത്തിൽ പോകും. അപ്പൊ കാല് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വൈഡായിരിക്കും.
ഒരു കാര്യം ഇങ്ങനെ വയലാക്കി ചിലർ ഒരു കാര്യം ഇങ്ങനെ പൊക്കുക, ഇങ്ങനെ പൊക്കി പിടിക്കുക, അടുത്തുള്ള ആൾ പിടിച്ച് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഫുള്ള് ഇതിനുള്ളിലൂടെ കൈയിട്ട് നമുക്ക് തേച്ചിട്ട് ചെയ്യാം. ഇവിടെ ഒക്കെ ഇങ്ങനെ തേക്കാം കേട്ടോ. ഈ മലദ്വാരത്തിലൂടെ ഒക്കെ ഉള്ള സോപ്പൊക്കെ ഉപയോഗിച്ച് ഫുള്ള് നമ്മൾക്ക് ഇവിടെ തേച്ച് ഇങ്ങനെ കഴുകും. അത് ഇതിലേക്ക് പോയിക്കോളും, മലന്റെ പോകും. അതോടൊപ്പം ഇവിടെ ഇങ്ങനെ നമ്മള് ഇങ്ങനെ തടവും. ആ തടവുമ്പോഴുള്ള മലക്കൾ പോകും. മനസ്സിലായി? എന്നിട്ട് ഈ ഭാഗത്തൂടെ കൈയിട്ടിട്ട് നമ്മുടെ ഇവിടെ ഒക്കെ നല്ലപോലെ സോപ്പൊക്കെ തേച്ച് നല്ല വൃത്തിയായി മലദ്വാരത്തിന്റെ വ്യാപത്തിന്റെ ഭാഗം മൊത്തം കഴുകുക. അങ്ങനെ കഴുകി ഇവിടെ വൃത്തിയായി നല്ലോണം വൃത്തിയാക്കിയ ശേഷം ചെയ്യാം. മറ്റിനെ വെള്ളം കൊഴിച്ച് അങ്ങനെ തന്നെ ഇങ്ങനെ കഴിക്കുക. ഇങ്ങനെ കഴിക്കും. നേരെ കാണോട്ട്. പക്ഷെ ഈ ഭാഗങ്ങളെ ആദ്യം നമ്മൾ ഗുഹ്യാവയവത്തിന്റെ ഭാഗം കഴുകലാണ്. വയറ്റത്തിൽ ശക്തിയായി തടവുന്നു, ഗ്ലൗസോ ശീലയോ ഉപയോഗിക്കുന്നു. ഇടത്തെ കയ്യിൽ എന്നിട്ട് ചെയ്യുന്നു, നമ്മള് മലദ്വാരത്തിന്റെ ഭാഗം മൊത്തം കഴുകുന്നു, വയറ്റിൽ ശക്തിയായി തടവി മലമൂത്രമൊക്കെ നമ്മൾ ക്ലീൻ ആക്കും. ഓക്കെ, ഇതാണ് ജനാപത്തുണ്ടായാലും നമ്മൾ കുളിക്കേണ്ടത്. അപ്പൊ ഗുഹ്യാവയം നമ്മൾ ഈ തടവില് മാത്രം ഒഴിവുണ്ട്, ഗുഹ്യാവയം മൊത്തം വൃത്തിയാക്കുന്നത് ഒരു എക്സ്ട്രാ വരുന്ന അത്രയുണ്ട്. ആ തടവി മലമൂത്രമൊക്കെ അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കും. അപ്പൊ വല്ല മലമായന്റെ ഒക്കെ പുറത്തുള്ള തടവ്. ശരി, അപ്പൊ അതോടുകൂടി ആ ഭാഗം ക്ലീൻ ആയി. തുടർന്ന് നമ്മൾ ചെയ്യേണ്ടതാണ് മയ്യത്തിന് പല്ല് തേച്ച് കൊടുക്കുക. പക്ഷേ നമ്മള് ശീലയോ മറ്റോ ചെയ്തിട്ട് ചെയ്യാം. മയ്യത്തിന് ഇങ്ങനെ നമ്മൾ പല്ല് തേക്കും. അപ്പൊ വേണമെങ്കിൽ ഗ്ലൗസ് ആണെങ്കിൽ ഗ്ലൗസ് ഇല്ല. എന്നിട്ട് ആ ഒരു ഗ്ലൗസോട് കൂടി എന്ത് ചെയ്യുന്നു, ഈ ശീലയെ വേണമെങ്കിൽ ആക്കാം. ഇങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മള് പല്ല് തേച്ച് കൊടുക്കും. അപ്പോ പാട്ടാ ഇങ്ങനെ, അതായത് നമ്മളിപ്പോ പല്ല് തേക്കുമ്പോ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നു. നമ്മൾ അങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ തൊള്ളാട്ട് പോകും, വെച്ചു വരും. അപ്പൊ ഇങ്ങനെ വായലേക്ക് വെച്ചു കൊടുക്കും. തുപ്പോ അപ്പൊ ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് കവിടത്ത് ഒരു ആമർത്താൻ കൊടുക്കുക. അപ്പൊ തന്നാലാണ് പുറത്തുകൾ പോകും. ഇത് ശരി. അപ്പൊ അങ്ങനെ നമ്മള് ഒന്ന് രണ്ട് പ്രാവശ്യം ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ ചരിച്ചു പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, വായ ഫുള്ള് നമ്മൾ വൃത്തിയാക്കും. അങ്ങനെ പല്ല് തേച്ചു കൊടുക്കും. മിസ്വാക്ക് ചെയ്യാനുള്ള ആ ഒരു പല്ല് വെച്ചു വായയും നമ്മൾ വൃത്തിയാക്കി. രണ്ട് കൈയും നമ്മളിങ്ങനെ കൂട്ടിപ്പിടിക്കും. രണ്ട് കൈ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നു. വെള്ളം ഒഴിച്ചു അല്ലെ? വെള്ളം ഒഴിച്ച് നമ്മൾ ബിസ്മില്ല എന്ന് പറയുന്നു. പൊതു കൊടുക്കുന്നത് പോലെ 3 പ്രാവശ്യം മുൻകൈ നമ്മുടെ കൈയിലെ ഇടയിലൊക്കെ ശരിക്കും വൃത്തിയായി പൊതു കൊടുക്കുന്ന രീതിയിൽ 3 പ്രാവശ്യം ഇവിടെ കഴുകി കൊടുക്കുന്നു. തുടർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളം എടുത്തിട്ട് വായിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. നേരെ ചെയ്യുന്നു, ഇങ്ങനെ തുപ്പിച്ച് കളയുന്നു. അങ്ങനെ 3 പ്രാവശ്യം വായിൽ കൊണ്ടുപോയി നമുക്ക് വൃത്തിയാക്കി. നമ്മൾ സാധാരണ പൊതു കൊടുക്കുമ്പോ നമ്മളൊക്കെ ചെയ്യുന്ന വായിൽ വെള്ളം മൂക്കിൽ വരട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? നമ്മളൊക്കെ ചെയ്യേണ്ടതെന്താ? നമ്മൾ പഠിച്ചതെന്താ? വായില് വെള്ളം മൂക്കിൽ വെള്ളം കയറ്റി ഇടത് കൈയോട് അങ്ങനെ വൈദ്യുതി ചെയ്ത് ആരും ചോദിച്ചാൽ എന്താ ഉണ്ടാകാം? അതാണല്ലേ ചെയ്യേണ്ടത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാം, മൂക്കൊക്കെ വൃത്തിയാക്കുന്നു. വായിൽ വെള്ളം കുപ്പിടിച്ച് മൂക്ക് വൃത്തിയാക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, എന്നിട്ട് 2 കൈയിലും എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വെള്ളം എടുത്തിട്ട് മുഖം നമ്മൾ ശരിക്ക് ഇങ്ങനെ കഴുകും. താടിയൊക്കെ ചിക്കടത്ത് കഴുകണം എന്നാണ് ഹദീസ്. ഇപ്പോ മയ്യത്ത് കുളിക്കും വരെ പറഞ്ഞ ഹദീസ് കാരണം താടി ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഈ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴെങ്കിലും നിങ്ങളെ താടി കാണും. അപ്പൊ ഇന്ന് മുതൽ എന്ത് ചെയ്യരുത്, താടി പഠിച്ചു. താടി വിടാനും മീശ വെട്ടാനും ആര് പറഞ്ഞത്? വിശ്വാസം പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് അത് നിങ്ങളൊക്കെ പറഞ്ഞു. പെണ്ണുങ്ങളെ ഈ നീട്ടാൻ പറഞ്ഞു. എന്താ മനുഷ്യങ്ങളെ പോലെ വരക്കേണ്ടത്? താടി കഴിയുമ്പോൾ താടി ചിക്കറുത്ത് കഴുകണം അന്വേഷിക്കണം. മനസ്സിലായി? അപ്പൊ ആ താടി ചിക്കറുത്ത് കഴുകുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അങ്ങനെ കഴുകാൻ എന്ത് ചെയ്യണം, അങ്ങനെ കഴുകണം. അങ്ങനെ 3 പ്രാവശ്യം നമ്മള് മുഖം അങ്ങനെ താടി ചിക്കറുത്ത് കഴുകുന്നു. തുടർന്ന് എന്ത് ചെയ്യുന്നു, വലത്തെ കൈ ഉൾപ്പെടെ എന്ത് ചെയ്യുന്നു, വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിക്കുന്ന ഉൾപ്പെടെ നമ്മൾ ഈ ഭാഗത്തെ മൊത്തം 3 പ്രാവശ്യം കഴുകുന്നു. അങ്ങനെ 3 പ്രാവശ്യം കഴുകിയ ശേഷം അതേപോലെ ഇടത് കൈയും എന്ത് ചെയ്യുന്നു, സാധാരണ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നു, 3 പ്രാവശ്യം കഴുകുന്നു അല്ലെ? തുടർന്ന് എന്ത് ചെയ്യുന്നു, നമ്മള് വായിൽ വെള്ളെടുത്തിട്ട് കൈ വെള്ളെടുത്തിട്ട് എന്ത് ചെയ്യുന്നു, തലയും
തല ഇങ്ങനെ തടവിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരണം അല്ലെ. എന്നിട്ട് ഈ കൈ എടുത്തിടത്തേക്കും ചെവിയും ഇതേപോലെ തടവണം. അങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്താൽ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം, ഈ ചെവിയും തലയും ചെവിയും ഒരു പ്രാവശ്യമാണ് തടവുക അല്ലെ. അപ്പൊ തല എന്ന് പറഞ്ഞാൽ ഇതല്ല, പിന്നെന്താണ്, തല മൊത്തമാണ്. അതിങ്ങനെ ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഒരു പ്രാവശ്യം. ഇതേപോലെ ചെവി എന്ത് ചെയ്യുക, അങ്ങനെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരണം കേട്ടോ, അപ്പോഴാണ് ഒരു പ്രാവശ്യം. അങ്ങനെ തലയും ചെവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒതു കൊടുക്കുമ്പോഴെല്ലാം ഒരു പ്രാവശ്യമാണ് തല. ചില ആൾക്കാർ ഇങ്ങനെ ആക്കി പോകും, അങ്ങനല്ല. തല എന്ന് പറഞ്ഞാൽ മുടി മുളക്കുന്ന മൊത്തം ഭാഗത്താണ് തലയാണ്. അതുകൊണ്ട് തല തടവേണ്ടത് അങ്ങനെയാണ്, മൊത്തമാണ്, ഇവിടെ മുതൽ ഇവിടം വരെ കേട്ടോ. അപ്പൊ അങ്ങനെ തല തടവുന്നു, ഒരു പ്രാവശ്യം തലയിൽ ചെവി തടവുന്നു. തുടർന്ന് വലത്തെ കാല് നെരിയാണി ഉൾപ്പെടെ 3 പ്രാവശ്യം നമ്മൾ കഴുകി കൊടുക്കുന്നു അല്ലെ. ഇപ്പൊ മയ്യത്ത് കുളിപ്പിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ പല്ല് തേച്ച് ഒതുവെടുത്ത് തുടർന്ന് നമ്മൾ തലയാണ് ആദ്യം കുളിപ്പിക്കേണ്ടതെന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അല്ലെ. അപ്പൊ തല മൊത്തം സോപ്പും ഉപയോഗിച്ച് വൃത്തിയായി തല ചെയ്യാൻ മൊത്തം നമ്മൾ ഫസ്റ്റ്. തുടർന്ന് മയ്യത്തിന്റെ തല മുതൽ കാല് വരെയുള്ള വലത്തെ ഭാഗമാണ് നമ്മൾ മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. തല മുതൽ കാല് വരെയുള്ള വലത് ഭാഗം നമ്മള് കപ്പ് എന്ത് ചെയ്യുന്നു, നമ്മളിങ്ങനെ എടുക്കുന്നു. അങ്ങനെ സോപ്പൊക്കെ തേടി ഇങ്ങനെ പതപ്പിച്ചിട്ട് റെഡിയായിട്ട് എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ മൊത്തം വലത് ഭാഗം വെള്ളം ഒഴിച്ചിട്ട് ശരിക്ക് നമ്മൾ ഇങ്ങനെ കഴുകാം കേട്ടോ. ഇങ്ങനെ നമ്മൾ 3 പ്രാവശ്യം ഇങ്ങനെ കഴുകാം. ഒരു പ്രാവശ്യം കഴുകി വെള്ളം ഒഴിച്ച് കഴിയുന്നു, വീണ്ടും നമുക്ക് ഒരു പ്രാവശ്യം നമുക്കിങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കഴുകാം. അങ്ങനെ ഈ വലത് ഭാഗം നമ്മൾ ഇങ്ങനെ തല മുതൽ കാലുള്ള വലത് ഭാഗം മൊത്തം നമ്മൾ ചെയ്യുന്നു. അങ്ങനെ ശരിക്കും സോപ്പൊക്കെ തേച്ച് ഇങ്ങനെ വെച്ച് കഴുകുക. കാലങ്ങനെ പൊക്കി പിടിച്ച് ഈ കാലിന്റെ അടിഭാഗവും നമ്മൾ കഴുകുക. അങ്ങനെ തല മുതൽ കാല് വരെയുള്ള വലത് ഭാഗം മൊത്തം കഴുകിയിട്ട് മയ്യത്തിനെ അല്പം ഇടത്തോട്ട് ഇങ്ങനെ ചരിച്ച് കിടക്കുക. ഇങ്ങനെ എന്ത് ചെയ്യുന്നു, പിടിച്ചിട്ട് ഇങ്ങനെ ചരിക്കും. ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാം, ഈ വലത് ഭാഗത്തിന്റെ പുറം ഭാഗവും കഴുകുക. ഇവിടെ ശരിക്കും ഇങ്ങനെ ശരിക്കും വരച്ച് സൂപ്പൊക്കെ വെച്ച് നന്നായിട്ട് ഇങ്ങനെ വരച്ച് ഈ ഇവിടെ കഴുകുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ അപ്പൊ സോപ്പ് ഇതൊക്കെ ഉണ്ടാവും, അപ്പൊ ഇവിടെ കഴുകുക. ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് എന്ത് ചെയ്യാം, വെള്ളം ഒഴിച്ച് എന്ത് ചെയ്യും, ഇവിടുത്തെ സോപ്പും പതിയെ പോയിക്കോളും. അങ്ങനെ ഈ വലത് ഭാഗം മൊത്തം കഴുകിയ ശേഷം മയ്യത്തിന് അങ്ങനെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരെ ഇങ്ങനെ കിടക്കുന്നു. അപ്പോ മയ്യത്തിന്റെ തല കഴിഞ്ഞു, തല മുതൽ കാല് വരെയുള്ള വലതുഭാഗം മൊത്തം കഴിഞ്ഞു. അല്പം ഇടത്തോട്ട് ചരിച്ച് കിടത്തി വലതുഭാഗത്തിന്റെ പുറം ഭാഗവും നമ്മൾ കഴുകി കഴിഞ്ഞു അല്ലെ. തുടർന്ന് ചെയ്യുന്നു, നമ്മൾ മയ്യത്തിന്റെ ഇടതുഭാഗവും അതേപോലെ കഴുകുന്നു. അത് 1-3 പ്രാവശ്യമോ ഇങ്ങനെ വെച്ചാൽ നമുക്ക് അവസാനിക്കുന്ന വിധം നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു 3 പ്രാവശ്യം ഇങ്ങനെ കഴുകുന്നു. അങ്ങനെ കഴുകിയ ശേഷം മയ്യത്തിനെ ഇവിടെയും അതേപോലെ വരച്ച് കഴിഞ്ഞിട്ട് ഇടത് ഭാഗത്തേക്ക് ചരിച്ച് കിടത്തി വലതുഭാഗത്തിന് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ അങ്ങോട്ടും ചരിക്കുന്നു. വലതുഭാഗത്തിന്റെ പുറം ഭാഗവും നമ്മൾ കഴുകുന്നു അല്ലെ. അപ്പോ അങ്ങനെ കഴുകിയാൽ നമ്മള് മയ്യത്തെ കുളിപ്പിക്കുക എന്നുള്ളതിന്റെ ആ ഒരു രൂപം നമുക്ക് ഇത് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. പിന്നെ ഈ ചിലപ്പോ നമ്മൾ ഈ ഡയാലിസിസ് ചെയ്ത പേഷ്യന്റ്, അതുപോലെ മുറിവൊക്കെ ഉള്ള പേഷ്യന്റിന് ഈ പ്ലാസ്റ്ററും ഇതൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും. അവിടെ വെളഞ്ഞി പോലത്തെ പശ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ശരിക്കും എന്ത് ചെയ്യണം, കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഇവിടെ തേച്ച് കൊടുത്തിട്ട് ആ പശകളൊക്കെ നമ്മൾ സാധാരണ വെളഞ്ഞൊക്കെ ആയാലും ചക്കയുടെ വെളഞ്ഞൊക്കെ ആയാലും നമ്മൾ എന്ത് ചെയ്യും, പൊതു ശരിയാവില്ലെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അവിടെ ആ നനയാത്ത അങ്ങനത്തെ പ്ലാസ്റ്ററോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മെല്ലെ പറിച്ചെടുത്ത് വെളിച്ചെണ്ണയും മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ആ പിന്നെ കറ എന്താ പറയാ ആ ഒരു അതൊന്ന് പൂക്കാൻ. അപ്പൊ അത് നമ്മൾ കഴിയണം. പിന്നെ ഇങ്ങനത്തെ പേഷ്യൻസിനൊക്കെ പലപ്പോഴും ഈ ബ്ലഡ് വരാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ഡയാലിസിസ് അതേപോലെ തന്നെ അറ്റാക്ക് ആയിട്ട് ഫുഡ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്ലഡ് വരാനുള്ള സാധ്യത കൂടുതലാണ്.
അപ്പൊ അങ്ങനെ ഉള്ളത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ചിലപ്പോ ധാരാളം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിങ്ങനെ വായുകളൊക്കെ വരും. ചില മരുന്നൊക്കെ കയറ്റിയാല് നിൽക്കാതെ ഇങ്ങനെ വരും. അത് അപ്പൊ അതൊക്കെ ഒരു പിന്നെ നമ്മൾ കുളിപ്പിച്ച് കിട്ടും പിന്നെയും. അപ്പൊ അതിനെന്ത് ചെയ്യാം, നമ്മുടെ മയ്യത്തിനെ ശരിക്ക് ഒന്ന് നല്ലോണം ചരിച്ചു കുടിച്ചിട്ട് ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള വെള്ളമൊക്കെ പോയി ഇത് വേണമെങ്കിൽ ഇങ്ങോട്ട് കുടിച്ചാൽ മതി. അപ്പൊ ഈ വറ്റ് വരെ ചിലപ്പോൾ വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വൃത്തിയായി. സ്ത്രീകളോട് പ്രത്യേകം പറയാനുള്ളത്, അതായത് നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം തലയിൽ തേക്കണം. സ്ത്രീകളെ അവർക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. ഈ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാലാണ് ഇവരുടെ മുടിയൊക്കെ ഒന്ന് ലെവലായി നിൽക്കുന്നു. ആദ്യം വെള്ളാണ്ട് വെച്ചിട്ടാക്കിയാൽ എന്താവും, ഇവർക്ക് മുടിയൊന്ന് കോതി ചീകി റെഡിയാക്കി വെക്കാൻ കഴിയാത്തൊരവസ്ഥ. ഫസ്റ്റ് വെളിച്ചെണ്ണ വെച്ചാൽ എന്താവും, നമ്മള് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പെല്ലാം വെളിച്ചെണ്ണ തേച്ചാൽ ഇതൊന്നും അഡീഷണൽ നമ്മള് മയ്യത്തിനോട് ആദരവ് കാണിക്കണം എന്ന നിലക്ക് പറഞ്ഞതിന്റെ ഭാഗമായി സാധാരണ സ്ത്രീകൾക്ക് അത് തേച്ചാൽ വളരെ മുടിയൊക്കെ നമുക്ക് മുടഞ്ഞു വെക്കാനൊക്കെ സൗകര്യം. അല്ലെങ്കിൽ പിന്നെ അതൊരു കെട്ട് കഴിച്ചു കിട്ടില്ല അവർക്ക്. ഇതൊക്കെ ഞാനിങ്ങനെ ക്ലാസ് എടുക്കുമ്പോ ഇപ്പൊ എന്റെ മോളെന്നെ ഇപ്പൊ മെനയാന്നൊരു മൈക്ക് വിളിച്ചു എന്നോട് പറയുന്നത്, ഇപ്പൊ അങ്ങനെ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് ഒരു കേട്ടില്ല, എന്നിട്ട് മുടിയൊന്നായിട്ട് കെട്ടുപിടിക്കും. പക്ഷേ അപ്പൊ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതില്ലാതാവാനാണ് ഞാൻ ആ ഒരുപാട് ആൾക്കാർക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള പരിചയത്തിൽ നിന്നാണ്. അപ്പൊ വെളിച്ചെണ്ണ ആദ്യം തേച്ചാലോ, അപ്പൊ ആ പിന്നെ കുളിപ്പിച്ച പെണ്ണാണെങ്കിൽ കുറെ മൈക്ക് കുളിപ്പിച്ചാൽ അവർക്ക് അങ്ങോട്ട് പറഞ്ഞ കുളിപ്പിച്ചില്ല. ശരി, അപ്പൊ പിന്നെ പറഞ്ഞ അയ്യ പറഞ്ഞ മാതിരി തേച്ചാൽ മതിയില്ലേ എന്ന് പറഞ്ഞു കെട്ടുപിടിക്കുമ്പോൾ ഇടങ്ങാറായപ്പോ അതിന് ഞാൻ പറഞ്ഞത് പെണ്ണുങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകളെ മയ്യത്തെ കുളിപ്പിക്കുമ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ തേച്ച് റെഡിയാക്കിയാൽ മുടിയൊക്കെ ചെയ്യും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് തിരികെ, കാരണം അല്ലെങ്കിൽ വേറെ മുടി ഇങ്ങനെ കിട്ടാനത് ആവശ്യമാണ്. ശരി, അപ്പോ അങ്ങനെ നമ്മൾ കുളിപ്പിക്കുന്ന രീതിയിൽ ഇനി നമ്മുടെ ഈ ബ്ലഡൊക്കെ വരികയാണെങ്കിൽ അവിടെ നമ്മള് പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്താണ്. ഇപ്പൊ സാധാരണ പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്തും ധാരാളം വരും. നമ്മള് കഴിഞ്ഞ നിലമ്പൂരുള്ള നമ്മുടെ പിന്നെ വയനാട്ടിൽ നിന്ന് വന്നില്ലേ, അപ്പൊ നമ്മള് ആ ദുരന്തത്തില് നമ്മുടെ നിലമ്പൂര് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എവിടെ, നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഓരോ മയ്യത്തിന്റെ ഓരോ കഷ്ണമൊക്കെ ഉണ്ടായിരുന്നു. ഓരോ കെട്ടിയ കഷ്ണം വരും. ഒരു പെണ്ണിന്റെ പെണ്ണ് അങ്ങട്ടില്ല, ഇവിടെയുണ്ട്, മുടിയുണ്ട്. അതുകൊണ്ട് പെണ്ണാന്ന് മനസ്സിലായി, ഒന്നും അറിയണില്ല, പെണ്ണങ്ങനൊന്നുമില്ല. ഇങ്ങനത്തെ ഓരോ മയ്യത്തും, അതും ചടിയിലിങ്ങനെ കുഴഞ്ഞ മണ്ണിന്റെ ഒരു കട്ടയായിട്ടാണ് വരുന്നത്. അതിലാണ് ഇതൊക്കെ കാണുന്നത്, ഈ മുടി ഇതൊക്കെ. അത് ആദ്യം ഓസടിച്ചിട്ട് ഒന്നായിട്ട് ഇങ്ങനെ കഴുകുമ്പോൾ കഴുകിയിട്ടാണ് ഒരു രൂപമായി കാണുന്നത്. പിന്നെ ആ കിട്ടിയത് കാലോ കയ്യോ എന്തോ സാധനം കിട്ടിയൊക്കെ ഒന്നില് ഇങ്ങോട്ട് പൊതിയാണ്. എന്നിട്ട് അതാണ് ഒരു മയ്യത്ത്, ഒരു കഷ്ണം അതേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ നമുക്ക് പിന്നെ നബിസ്വല്ലല്ലാഹുവിന്റെ കാലത്ത് ഒരു സഹാബിയുടെ യുദ്ധത്തിൽ ഒരു അവയവം നഷ്ടപ്പെട്ടു. എന്നാൽ ഒരു അവയവം നഷ്ടപ്പെട്ടവൻ ആ അവയവം കുളിപ്പിച്ച് കഫൻ ചെയ്യപ്പെടും. ആ അവയവം കുളിപ്പിച്ചിട്ട് കഫൻ ചെയ്ത് മറ ചെയ്യാൻ വേണ്ടി റസൂൽ നമ്മള് പിന്നെ ഇപ്പൊ ഞാൻ തന്നെ നമ്മുടെ മൂത്തടുത്തുള്ള ഒരു ഗഫൂർ മാസ്റ്റർ അന്ന് നമ്മുടെ ഇവിടെ അങ്ങനെ വലിയൊരു പിന്നെ എന്താ പറയാ, അന്ന് ജീപ്പിലൊക്കെ ഇങ്ങനെ തൂങ്ങി പോണ കാലം. മുംബൈ ഓർമ്മ ഉണ്ടാവും, പഴയ ആൾക്കാർക്കെല്ലാം ഓർമ്മ ഉണ്ടാവും. അന്നൊക്കെ ജീപ്പിലൊക്കെ തൂങ്ങി പോകുമ്പോൾ ഒരു പിക്കപ്പ് ഒന്ന് ഇടിച്ചിട്ട് അവന്റെ കാലിന് നല്ല ക്ഷതം തുടങ്ങാൻ പാടും. അങ്ങനെ തൃശ്ശൂർ ആർട്ട് ഹോസ്പിറ്റലിലേക്കാണ് ഉണ്ടായത്. അന്ന് അവിടെ ഫേമസ് ആണ്. ഞാൻ ആർട്ട് ഹോസ്പിറ്റലിൽ പറഞ്ഞു, എന്നിട്ട് ഈ പിന്നെ 5-8 മണിക്കൂർ അവിടെ കാത്തുനിന്ന് പറഞ്ഞു, ഇത് മുറിക്കണം, കാല് മുറിക്കണം. ഞാൻ ചോദിച്ചു അവരോട്, എല്ലാവർക്കും പേടി, കുടുംബത്തിനൊക്കെ പേടി, എല്ലാവർക്കും ഒരു വല്ലാത്തൊരവസ്ഥയും. ഇനി എവിടെയെങ്കിലും കൊണ്ടാൽ ഇത് മുറിക്കാതെ രക്ഷപ്പെടുവിച്ചു ഇല്ല. പക്ഷെ മുറിക്കാൻ ഒപ്പിട്ടുകയാണ്, ഇവിടെ ഒറ്റ കുടുംബക്കാർ ഒപ്പിട്ടു. ഞാൻ പറഞ്ഞു ഇങ്ങനെ എടുക്കുക, അങ്ങനെ കാലാട് മുറിച്ചിട്ട് ഈ കാലെന്താ ചെയ്യേണ്ടത് അന്നാ ഞാൻ പഠിക്കുന്നത്. അപ്പൊ സാബിന്റെ കാലം ചെയ്തു, ഈ മുറിച്ച കാല് ഗഫൂർമാസം കൊണ്ട് ജീവിച്ചിരിക്കുന്നുണ്ട് മൂത്തടുത്ത്. നമ്മള് പഴയ വീശിയാണ് മുമ്പ്, ഞാനൊക്കെ വളരെ മുമ്പ്. അപ്പൊ അന്നത്തെ ആ ചെറുപ്പത്തിൽ ആ ജീവിച്ചിരിക്കുന്നു. അപ്പോ പഠിത്തന്നെ വിളിച്ചിരുന്നു. അപ്പൊ എന്തായാലും അപ്പൊ മുമ്പത്തെ കാലില്ല മാഷൻ. അപ്പൊ ഈ ഒരു അന്ന് മാഷൊന്നല്ല, അന്ന് പഠിക്കണ കാലം. അപ്പൊ ഈ കാല് നമ്മൾ തൃശ്ശൂര് അവിടെ തന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് കാലത്തോട്
പള്ളിയിൽ കൊണ്ടുപോയിട്ടാണ് മറയും. അപ്പോ ഇങ്ങനത്തെ ഒരു അവയവം മുറിഞ്ഞു പോയാൽ എന്ത് ചെയ്യണം? ആ ജീവിച്ചിട്ടുള്ള മയ്യത്ത് കേൾക്കണം. പക്ഷേ എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ ഒരു മയ്യത്തിനോട് കാണിക്കുന്ന എല്ലാ കുളിയും കഫൻ ചെയ്യലും മറവ് ചെയ്യലും ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരുപാട് സംഗതികൾ ഇനി വരാൻ പോകുന്നത്, എവിടെ വിട്ടിട്ടുണ്ട്, എവിടെ കഷ്ണം പോകണമെന്ന് അറിയാത്ത കോലത്തിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഇതൊക്കെ എന്ത് കണ്ടാൽ നമ്മൾ അതിന്റെ ഇസ്ലാമിക വശം നമ്മൾ പഠിച്ചിരിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഇങ്ങനത്തെ ഗ്രന്ഥങ്ങളൊക്കെ വരുമ്പോ പല രൂപത്തിലുള്ള മയ്യത്തൊക്കെ കിട്ടുമ്പോ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ അതിനെ സംസ്കരിക്കേണ്ടത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, അല്ലേ? അപ്പോ ഇങ്ങനെ എന്താണ് നമുക്ക് കിട്ടുന്ന ആ അവയവം, ആ ഒരു അവയവത്തിന് കഷ്ടാണ് കിട്ടിയെങ്കിൽ ആ അവയവം എന്ത് ചെയ്യാം? നമ്മൾ അതിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി നമ്മൾ ആള് മരിച്ചതാണെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ നിശ്ചയിക്കുക, ആ അവയവം വെച്ച് നിശ്ചയിക്കുക. അല്ലെങ്കിൽ ആൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ കാല് അല്ലെങ്കിൽ എന്താണോ അവയവം അത് നമ്മൾ സാധാരണ ചെയ്തുപോലെ മറവ് ചെയ്യുക എന്നതാണ്. ഇതേപോലെ മൗലാന ഹോസ്പിറ്റലിന് ഒരു ദിവസം വിളിച്ചു 2 കുട്ടികൾ. നമുക്കാണെങ്കിൽ ദീനിയായിട്ട് എല്ലാത്തിനും പരിഹാരമുണ്ട്. 2 കുട്ടികൾ ഫസ്റ്റ് പ്രസവമാണ്. അങ്ങനെ 6 മാസം പ്രായമായപ്പോൾ ആ കുട്ടികൾ ഗർഭാശയത്തിൽ നിന്ന് മരണപ്പെട്ട് അവരെ പ്രസവിപ്പിച്ചെടുക്കണം. എടുത്ത് മരിച്ച 2 കുട്ടികളെ പ്രസവിച്ച് വന്നപ്പോൾ ഈ കുട്ടികളെന്താ കണ്ടില്ല, 2 ചെറിയ പോലെ വിളിച്ചു. ഞാൻ ചെന്നു, ഞാൻ അവരെ വാങ്ങി ഒരു പെട്ടി, ചെറിയൊരു നമ്മുടെ ഗ്ലൗസ് ഒക്കെ ഇടുന്ന അങ്ങനത്തെ ചെറിയ പെട്ടി 2 കുട്ടികളെ കൊണ്ടു. അങ്ങനെ 2 കുട്ടികളെ നേരെ ഞാൻ കുളിപ്പിക്കാൻ വേണ്ടി അവർ കൊണ്ടയച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 2 കുട്ടികൾ 2 ആൺകുട്ടികൾ, ആൺകുട്ടികൾ തീരാൻ 6 മാസം. അപ്പൊ അവരോട് പറഞ്ഞു, ഇവർക്ക് പേരിടണമെന്ന് ബിസിനസ് പറഞ്ഞു. കാരണം ഈ കുട്ടികൾ പരലോകത്ത് അറിയപ്പെടല് ഈ പേരിലാണ്. അപ്പൊ അവിടെ ഫസ്റ്റ് പ്രസവമാണ്. കുട്ടിയുടെ ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും അവരുണ്ട്, ഈ ഭാര്യയുടെ ഉമ്മയും ബാപ്പയും അവരൊക്കെ കാണാൻ ഞാൻ ചെയ്തു ഈ ഇവിടുന്ന് മയ്യത്ത് കുളിപ്പിക്കാൻ. അപ്പൊ പേരിട്ടു. അപ്പോ വലിയപ്പ പറഞ്ഞു, ഈ കുട്ടിയുടെ പേര് അബ്ദുറഹ്മാൻ, ഈ കുട്ടിയുടെ പേര് അബ്ദുള്ള. ആ പേരിട്ട് നമ്മൾ ആ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ആ കുട്ടിന്റെ 6 മാസം തലച്ചോറ് ലേശം കുറച്ചുകൂടെ. അപ്പൊ ആ കുട്ടിയുടെ ഫസ്റ്റ് പ്രസവം നിങ്ങൾക്ക് സത്യത്തിൽ എനിക്കൂടില്ലാത്ത ഭാഗ്യം കിട്ടി. എന്റെ കുട്ടി മരിച്ചിട്ട് നിങ്ങൾക്ക് പരലോകത്ത് നിങ്ങൾക്കും വേദന അനുഭവിച്ച് നേർഭൂമിൽ കഴിയുന്ന ഭാര്യക്കും പരലോകത്ത് ഈ കുട്ടികൾ സാക്ഷിയാണ്. എന്റെ പണി ഭാഗ്യമാണ് സ്വച്ഛമായി കഴിച്ചു നിന്നു. ഇത് വേദന അനുഭവിക്കുന്ന ലേബർമിലുള്ള വേദന അനുഭവിക്കുന്ന ഭാര്യയോട് ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്നത് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊരു പരിഹാരം എന്താണെന്നുള്ളത് ഒന്നും പഠിപ്പിക്കപ്പെടാതെ പോയിട്ടില്ല. അപ്പൊ കാലം കുറഞ്ഞാൽ ഇങ്ങനെ കുട്ടി മരിച്ചാൽ പേരിടണം, ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ആവശ്യം വരുമ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാതെ അറിവ് നമ്മളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പറയുന്ന അപകടത്തിലൊക്കെ പെട്ട് ഇങ്ങനത്തെ ആക്സിഡന്റും വെള്ളപ്പൊക്കവും മറ്റൊക്കെ ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്ന് നമ്മൾ പഠിക്കും. ഹൈദരാബാദിൽ നിന്ന് ആക്സിഡന്റ് ആയിട്ട് ഒരു കുട്ടിനെ ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവരികയാണ്. നാട്ടിലെ ആക്സിഡന്റ് ആയ മരണത്തിൽ ഭയങ്കര ആൾക്കാരും നമ്മുടെ പള്ളിയിലെ മഹിള കാവ്യാനും കുറച്ച് ആൾക്കാരൊക്കെ 2-3 ഉസ്താദുമാരൊക്കെ ഉണ്ട്. ഈ റൂമിൽ കുറച്ച് മണ്ണും കാര്യമൊക്കെ അങ്ങനെ പോയി കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ധാരണ വെച്ചാൽ ഈ മയ്യത്തൊന്നും കുളിപ്പിക്കാൻ പറ്റില്ല. അപ്പോ ഞാനിതൊക്കെ കണ്ട് നിറയെ ആളാണ്. രാത്രി 10 മണിക്കാണ് മയ്യത്ത് വരുന്നത്. അതുവരെ ആള് രാവിലെ മുതൽ ആക്സിഡന്റ് ഒക്കെ കഴിയും. ആ ഗ്രാമമായിട്ടൊരു ആളോട് അറിയും. ഇങ്ങനെ നടന്നപ്പോ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോ ഇങ്ങനെയാണ് കാണും. അപ്പോ ഇതിന്റെ ഉള്ളില് ഇവരിങ്ങനെ കാത്തിരിക്കാണ് ടൈമും ചെയ്യാറ്. മിക്കതൊക്കെ മനസ്സിലായി ഞങ്ങൾ പുറത്തിറങ്ങിട്ട് എന്ത് ചെയ്തു, മയ്യത്തിനോട് പറഞ്ഞു. ചിലയിടത്ത് നമ്മള് ഒരു ഇടപെടലുണ്ടാവും, അതെനിക്ക് പ്രശ്നം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പുറത്തൊരു ആംബുലൻസിൽ വന്നപ്പോ ഈ സ്ട്രെച്ചർ ഞാൻ വിളിച്ചു ഒരു ഭാഗം. അങ്ങനെ നേരെ ഞാനും ചെയ്ത് മുരമരയിലേക്ക് എത്തി. ഇങ്ങനെ പുറത്തേക്ക് ഞാൻ പറഞ്ഞു, എല്ലാവരും പുറത്തേക്കാണ് ഞാനും. അപ്പൊ ഞാനും അങ്ങനെ ചെയ്തു. മയ്യത്ത് അത് കുളിപ്പിക്കാലോ, വെള്ളം പറ്റിയാൽ മുരമരൊക്കെ ഇപ്പൊ സംഗതി ഒരുപാട് വെള്ളം വരുന്നു. ഞാൻ ഉഷാറായിട്ട് തരും. ഓർക്ക് കുറച്ച് പേടിയാണല്ലോ ഇത് കൈകാര്യം ചെയ്യാൻ, കുളിപ്പിക്കാൻ. അപ്പൊ ഓരൊക്കെ
അങ്ങനെ പോയി ഞാൻ പറഞ്ഞ കുളിപ്പിച്ചോരെ പിന്നെ ഏട്ടനും പാപ്പിയൊക്കെ ഈ മൈക്ക് കുളിപ്പിക്കാൻ എന്റെ കൂടെ മറ്റുള്ളവർക്ക് പുറത്ത് വരുന്നു. അപ്പോ ഇങ്ങനെ ഇടപെട്ടെടുത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യും ഒരു പറയും അത് ഭയങ്കര കുളിപ്പിക്കാൻ പറ്റാത്ത കുളിപ്പിക്കാൻ. അപ്പോ ഇങ്ങനത്തെ ചില സ്ഥലത്ത് നമ്മൾ ഹിക്മത്തോട് കൂടിയിരിക്കണം. ആ മയ്യത്തിന് സുന്നത്തനുസരിച്ച് എന്ത് ചെയ്യണം, ഒരാളാകാനല്ല, സുന്നത്തനുസരിച്ച് എന്ത് ചെയ്യണം, ചെയ്യാൻ വേണ്ടിയിട്ട് ഇടപെടലും നമ്മള് കൃത്യം നടത്തണം. ഒരു പെൺകുട്ടി അവിടത്തൊക്കെ ദീനിയായി ശരിക്കും പഠിച്ച പെൺകുട്ടി, ആ പെൺകുട്ടി മയ്യത്ത് ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി ഒതുകൊടുത്ത് ഞാൻ നിൽക്കുക. ഒതുകൊടുത്തില്ല കുറേ സ്ത്രീകളും നിസ്കരിക്കാൻ. അതിലുണ്ട് പിന്നെ മയ്യത്ത് എടുക്കാൻ നേരത്ത് ഇവര് നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോ ഒരു മൂലയായി പറഞ്ഞു, പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ പറ്റില്ല. കുടിയില്ലേ ഈ മകള് പറഞ്ഞത് ഇതിന്റെ ബാപ്പന്റെ മകൾക്ക് നിസ്കരിക്കണം. ഇത്ര പണി അങ്ങനെ എടുക്കേണ്ടിയിരുന്നു. ഇത് പറയാൻ തന്നെ എന്താവും, ഒരു അൽഫാത്തിയൊക്കെ വിളിച്ച് ദ്വാരം ചെയ്തിട്ട് നിങ്ങളെ കേൾക്കാൻ വയ്ക്കാതെ കൊണ്ടുപോകും. അതുകൊണ്ട് ചിലത് എന്ത് ചെയ്യണം, ഇങ്ങനെ ഇടപെടലിടത്തും പറയേണ്ടിടത്തും മരിച്ച വീടല്ലേ ചോദിച്ചുകൊണ്ട് എന്നാലുണ്ടാവില്ല. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോ നമ്മളെവിടേക്ക് അതായത് മയ്യത്ത് കുളിപ്പിച്ച് ആ ഒരു കുളിപ്പിക്കൽ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ ആ ഒരു അവയവം കിട്ടിയാല്, അതേപോലെ തന്നെ ബ്ലഡ് ഒക്കെ വന്നാല് പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്താണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വയറ്റത്ത് ശക്തിയായി തടവേണ്ട ആവശ്യമൊന്നുമില്ല. അവരെന്ത് ചെയ്യും, ഇവിടെ കയറും. ഇവിടെ പുളിയോടൊക്കെ വെട്ടിയിട്ട് പൊടിച്ചിട്ട് ഇവിടുന്ന് സാധനം എടുത്തിട്ട് ചാക്കൊന്നും പോലെ തിന്നത്. അപ്പൊ ഇവിടുന്ന് ബ്ലഡ് വരും. ഇവിടുന്ന് ഈ ഭാഗത്ത് നല്ലോണം ബ്ലഡ്. ഞാൻ മഞ്ചേരി പിന്നെ മോർച്ചറിനും പെരിന്തൽമണ്ണ മോർച്ചറിനും കോഴിക്കോട് പെട്രോളൊക്കെ ഒരുപാട് മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കുളിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഇവിടെ ഇങ്ങനെ ഇത് ചെയ്യും, ഇവിടെ ചെയ്യും ശരിക്ക് ഇവിടെ നിന്നാണ് ബ്ലഡ് നിൽക്കാറ്. അപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്താണെങ്കിൽ ഐസിട്ട വെള്ളം കൊണ്ടാണ് നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുന്നത്. ശരി, നമ്മളിപ്പോഴത്തെ ഐസ് നേരത്തെ എന്താ വെച്ചാൽ വലിയ ഐസിന്റെ കട്ട പൊടിച്ച് അതിലിട്ട് നല്ല തണുപ്പിക്കും. നല്ല ഐസിട്ട് കുളിപ്പിച്ചാൽ ഈ ബ്ലഡൊക്കെ നോക്കും. ഈ ബ്ലഡൊന്നും പിന്നെ തീരില്ല, ഈ തലത്തിൽ ബ്ലഡൊന്നും തീരും. അപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്താണെങ്കിൽ നമ്മൾ ഐസിട്ടോ. സാധാരണ മയ്യത്താണെങ്കിൽ ചെയ്യണം, സാധാരണ പച്ചവെള്ളം കൊണ്ടാണ് കൊടുക്കുന്നത്. ഒരിക്കലും ചൂടുള്ള വെള്ളം ഒഴിക്കാതിരിക്കണം. മനസ്സിലായി? ചൂടുള്ള വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് പിന്നെ ഇതൊക്കെ കുളിപ്പിച്ച് മയ്യത്ത് അഥവാ ഈ ബ്ലഡ് ക്യാൻസറോ അറ്റാക്കൊക്കെ ആയി മരിച്ച രോഗിക്ക് എന്തെങ്കിലും ഒരു പൊട്ടോ മുറിവോ ഉണ്ടെങ്കിൽ, ഇപ്പൊ ബ്ലഡ് ക്യാൻസർ ആയ ഒരു രോഗിന്റെ ഒരു മയ്യത്ത് ഞാൻ പറഞ്ഞു പിന്നെ ചൂടുവെള്ളം വേണ്ട, ഞങ്ങൾ പഴയ കൂട്ടുകാരാണ് പോലെ കണ്ട് ഒഴിച്ചു, കറുത്ത രക്തം മൂക്കിലൂടെ കട്ട കട്ടായി. നമ്മൾ ആവശ്യമില്ലാത്ത പണിയെടുത്താൽ ഇതൊക്കെ ഓരോ സ്ഥലത്തുണ്ടായ അനുഭവങ്ങൾ. അതുകൊണ്ട് ചെയ്യണം, നമ്മൾ ഒരിക്കലും ചൂടുള്ള വെള്ളം മയ്യത്ത് കുളിപ്പിക്കുമ്പോ ഇപ്പൊ ചില പെണ്ണുങ്ങളൊക്കെ അതെടുക്കേണ്ട മയ്യത്ത് കുളിപ്പിക്കാനുള്ള വേറാണ് വിറകെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി വിറകുണ്ടല്ലോ ഒക്കെ നിർത്തിയാൽ കെട്ട് കത്തിച്ചാൽ അങ്ങനെ ഒരു വിറകില്ല മയ്യത്ത് കുളിപ്പിക്കാൻ. കാരണം മയ്യത്ത് കുളിപ്പിക്കേണ്ടത് സാധാരണ പച്ചവെള്ളത്തിലാണ്. എന്നാൽ ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്തോ മറ്റെന്തെങ്കിലും പ്രയാസമുള്ള മയ്യത്താണ് ചെയ്യണം. അത് നമ്മുടെ പ്രത്യേകിച്ച് ക്യാൻസർ ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഉണ്ടെങ്കിൽ നമ്മൾ തണുത്ത വെള്ളം ഐസുള്ള വെള്ളം നമ്മൾ കുളിപ്പിക്കലാണ് ഏറ്റവും നല്ലത്. മനസ്സിലായി? അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുന്ന ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇനി നമ്മൾ അവസാനം കർപ്പൂരം കലർത്തിയ വെള്ളം കൊണ്ടാണ് മയ്യത്ത് കുളിപ്പിക്കൽ നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. അപ്പൊ നമ്മള് കുടത്തിലോ നേരത്തെ പറഞ്ഞ ബക്കറ്റിലോ നമ്മൾ എന്ത് ചെയ്യുന്നു, കർപ്പൂരക്കൂടെ ഉണ്ട് അല്ലേ? ഇതിങ്ങനത്തെ ഈ കർപ്പൂരം ചിലപ്പോൾ ഒരു ഗുളിക രൂപത്തിലായിരിക്കും ഉണ്ടാകുക, ചിലപ്പോൾ ഇങ്ങനെ പൊടിച്ചു കിട്ടും. രണ്ടായാലും നമ്മൾ ഇങ്ങനെ 3 കുടം അല്ലെങ്കിൽ 3 ബക്കറ്റ് എന്ത് ചെയ്യുക, ഇങ്ങനെ ഇത് പൊടിച്ച് ഇടുക. അല്ലെങ്കിൽ ഇങ്ങനെ ഞെട്ടി പൊടിച്ചാലും പൊടി കുറച്ച് പ്രയാസം ഉണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യാം, ആ പൊടിച്ചിട്ട ശേഷം നമ്മൾ മയ്യത്തിൽ എന്ത് ചെയ്യുക, ഇവിടെ മുതൽ ഇങ്ങനെ ഒഴിച്ചാൽ ഇങ്ങനെ ഒഴിച്ച് എല്ലാ ഭാഗത്തും കേട്ടോ, ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, അത് ഇവിടെ തീർക്കണം. പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എണ്ണം തെറ്റും, തൊറ്റയിൽ അവസാനിക്കണം. അപ്പൊ ഇവിടെ നിന്ന് തീർന്നില്ലെങ്കിൽ എന്ത് ചെയ്യാ, ഇങ്ങനെ പിടിച്ചാൽ തീരും. പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാതെ ക്ലിയറായി. അപ്പൊ ഇവിടെ എത്തുമ്പോ കാലിൽ ഇങ്ങനെ തീർത്തായിട്ട് കുടിച്ചിട്ട് ഒഴിച്ചാലാവും. മനസ്സിലായി? അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ 3 പ്രാവശ്യം നമ്മൾ അവസാനം
കർപ്പൂരം കലർത്തിയ വെള്ളം എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നു. അത് ഇങ്ങനെ ഒഴിച്ചാൽ അടിവരെയാട്ടോ കേട്ടോ. അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ 3 പ്രാവശ്യം അവസാനം കർപ്പൂരം കലർത്തിയ വെള്ളം ഒഴിക്കുന്നു. മനസ്സിലായല്ലോ? എന്നിട്ട് ആണുങ്ങളെ മുടി ചീകി വെക്കണം, താടി ചീകി വെക്കണം. പെണ്ണുങ്ങളെ മുടി 3ആയിട്ട് മുടയണം. 3ആയിട്ട് മുടഞ്ഞു വെക്കണം. മുടയത് അപ്പൊ അങ്ങനെ 3ആയിട്ട് മുടയുക. പിന്നെ ആണുങ്ങളെ മുടിയും താടിയും ഒക്കെ ചീകി വെക്കുക. അത്ര ഉപയോഗിക്കുക. അത്രയൊക്കെ ആ സമയത്ത് നമ്മൾ പുരട്ടി കൊടുക്കുക. മൊത്തം നമ്മൾ ഈ വെള്ളം വെച്ച ശേഷം ഒപ്പിയെടുക്കുക. തോർത്തും തുണിയും ഇങ്ങനത്തെ തുണിയൊക്കെ എടുക്കുക. നല്ലോണം ഒപ്പണെങ്കിൽ എന്ത് ചെയ്യണം? അതായത് അവിടെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇങ്ങനെ പല ജാതി സാധനങ്ങളുണ്ടാവും. അതായത് നെറ്റ്, അതേപോലെ പിന്നെ ചില ആൾക്കാർ തൊപ്പി, ആണുങ്ങൾക്ക് ചില ഏരിയയിലൊക്കെ ഉണ്ടാവും. ഇതൊന്നും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതേപോലെ തന്നെ ഒരു മുടി കൊഴിഞ്ഞു പോയാൽ ആ മുടി കഴുകി പെണ്ണുങ്ങള് ഇതിന്റെ മയ്യത്തൊന്നും കിട്ടൂല. ഈ മുടി കഴുകി ഇതിലെടുത്ത് വെക്കും. ഇങ്ങനെ ഒന്നും ഇടങ്ങാറാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇങ്ങനത്തെ അതൊന്നും ആവശ്യമില്ല. ഇതൊക്കെ മയ്യത്തിൽ ഓരോരുത്തരും ഇങ്ങനെ കണ്ടിങ്ങനെ കൊണ്ടുവരാനാണ്. അപ്പൊ അതിങ്ങനെ നമ്മള് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ ഉണ്ടാവും പല ജാതിയിലും. അപ്പൊ അതിന്റെ ആവശ്യകത നമ്മൾ എടുക്കുക. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാം? മുടി ചീകി വെക്കുക, താടി ചീകി വെക്കുക, സ്ത്രീകളുടെ മുടി 3ആയി കുടഞ്ഞു വെക്കുക എന്നതാണ് അതിലെ സുന്നത്ത്. അത്ര ഉപയോഗിക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ തുടക്കുമ്പോൾ നമ്മളിങ്ങനെ മൊത്തം തുടക്കുന്നു. ഈ സ്ട്രക്ചറും എന്ത് ചെയ്യുന്നു? തുടച്ചിട്ട് അവിടെ തുടച്ചു, ഇവിടെ തുടച്ചു, തുടച്ചിട്ട് പിന്നെ അവിടെ പടം ഉണ്ടാവും. അപ്പൊ ഈ സ്ട്രക്ചറും എന്ത് ചെയ്യണം? നമ്മള് തുടക്കണം. അപ്പൊ വൃത്തിയായി. മനസ്സിലായി? അങ്ങനെ മൊത്തം ഉണങ്ങിയ രൂപത്തിലേക്ക് നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ ആവണം. എല്ലാം ഉണങ്ങി. എന്നാലും എന്തിനും തന്നെ കവർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളൊരു പായ വെച്ച് വേറെ വെച്ച് ഇതൊന്നും വേണ്ട. ഇവിടെ തന്നെ സ്ത്രീകൾക്ക് നമസ്കാര കുപ്പായും മക്കനിയാണ് ആദ്യം. അല്ലെ? ആണുങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം? 3 വസ്ത്രം. പെണ്ണുങ്ങളാണെങ്കിൽ 5 വസ്ത്രം കേട്ടോ. ആണുങ്ങൾക്ക് 3ഉം പെണ്ണുങ്ങൾക്ക് 5 മാക്സിമം പറ്റുള്ളൂ. 6 7 ആവാൻ പാടില്ല. ഇനി 2 കുട്ടികൾക്കും ഒറ്റ വസ്ത്രമായാലും മതി. ആണിനായാലും പെണ്ണായാലും 1 വസ്ത്രമായാലും മതി. മാക്സിമം ആണിന് എത്ര പറ്റൂ? 3 എണ്ണം പറ്റും. പെണ്ണിന് 5 വസ്ത്രം. അപ്പൊ സാധാരണഗതിയിൽ അതും സ്ത്രീകൾക്ക് ഏറാറുണ്ട്. പുരുഷന്മാരും ചിലർ പിന്നെ വേറെ ലെങ്കോട്ടി വേറെ സാധനമൊക്കെ കെട്ടി ഇത് കൂട്ടും. ഇവിടെ ഒരു വേറെ പറയട്ടെ. ഒരു പെണ്ണ് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ രാവിലെ തന്നെ എന്നെ വിളിച്ചു. കാരണം ആ പെണ്ണിന്റെ ഇവിടെ ഒരു മുറിവുണ്ട്. ആ മുറി പ്രത്യേകിച്ച് പിന്നെ അറ്റാക്കിന്റെ അങ്ങനത്തെ മരുന്ന് കഴിച്ചിട്ട് ബ്ലഡ് ഇങ്ങനെ വരികയാണ്. കുളിപ്പിക്കുമ്പോൾ ഇത് നേരത്തെ നീക്കുമ്പോ ബ്ലഡ് നിൽക്കാതെ എത്ര കുളിപ്പിച്ചു നിൽക്കണേ. അപ്പൊ എന്നെ വിളിച്ചു. ഇതിനിപ്പോ ചെയ്യാന്ന് ചോദിച്ചു. കാരണം ഓരോ കുടുങ്ങിന് എന്താ ചെയ്യുക? ഇങ്ങനത്തെ തരത്തിൽ പ്രായോഗിക ബുദ്ധി നമുക്ക് ഉണ്ടാകാതെ പറ്റുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, പാമ്പ് കടിച്ചാലും മുമ്പ് നമ്മൾ സ്കൂൾ പഠിച്ചിരുന്നു. ഇവിടെ കെട്ടുക, അതേപോലെ ഇവിടെ കെട്ടാൻ പറഞ്ഞ പോയിട്ട് തൊട്ടാൽ നിന്നു. അതിനെ പറ്റി പടി വെറുതെ കെട്ട് ഇവിടെ കെട്ടി ബ്ലഡ് തന്നെ നിന്നു. പിന്നെ അവിടെ ചെയ്തു നല്ലൊരു പഞ്ഞൊക്കെ വെക്കാൻ പറഞ്ഞ ഐശ്വപ്പെട്ടിട്ട് റെഡിയാക്കിട്ട് പഞ്ഞൊക്കെ വെച്ചു. ഓക്കെ. അല്ല അതിനൊക്കെ നമ്മൾ വേറെ ഒന്നും തെരഞ്ഞെടുക്കുകയല്ല. അങ്ങനെ എന്ത് എവിടെ കണ്ടാലും നിങ്ങൾ ഈ ക്ലാസ്സിൽ വന്നവരൊക്കെ അപ്പം ഒരു പ്രായോഗികമായി അതിന്റെ ആ ഒരു ആദരവ് കാണിക്കുന്നതിന്റെ ഭാഗമായി ആ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പോഴത്തെ ഒരു തലത്തിൽ നമ്മൾ ചെയ്യാൻ ഈ ക്ലാസ്സിൽ വന്ന എല്ലാവർക്കും മനസ്സിലാകാനാണ് ഞാൻ ഇങ്ങനത്തെ എക്സാമ്പിൾസ് ഒക്കെ ഇതിൽ കൊണ്ടുവരുന്നതായിട്ട് പറഞ്ഞത്. അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ വന്നാൽ അപ്പൊ നമുക്ക് വേഗം ഐസ് വെക്കുക. എന്താ ചെയ്യേണ്ടത് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനെ ബ്രെഡോ അതൊക്കെ വരുന്ന ഡാൻസ് ചെയ്ത് കൊടുക്കും. മറ്റൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ വിളിച്ചിട്ട് കുട്ടിനെ തന്നെ ചെയ്തു പിടിച്ച് നയിച്ചെടുക്കാൻ പറഞ്ഞു. പൈസ കുളിപ്പിച്ച് റെഡിയാക്കിയാണ് പിടിച്ച് നയിച്ചെടുത്ത് എന്ത് ചെയ്തു? അവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ കവറിൽ വെച്ചിട്ട് ഒന്നാൾ തുടച്ചിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മനസ്സിലായി? അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ തണുപ്പുണ്ടായോ ഐസ് ഉണ്ടോ ഫ്രീസറിൽ വെക്കലല്ലേ? എന്തായി ഫ്രീസറിൽ വെക്കണ്ട. നമ്മൾ വെച്ചാലെന്താ വെക്കാം? പിന്നെ പെട്ടെന്ന് വരില്ലല്ലോ. അത് തണുത്താ വരില്ല. അപ്പൊ നമ്മളവിടെ ഒരു വെച്ചപ്പോ വയറ് ഒരുക്കുണ്ട്. നമ്മളെല്ലാവരും എന്ത് ചെയ്യാം? ചാവിയോ എന്തോ സാധനം വയലോ ഒക്കെ അവിടെ ഇങ്ങനെ എന്ത് വെക്കണം? ഐസ് വെക്കണം. പിന്നെ കൊടുക്കും. ചാവി വെച്ചാൽ ഇനി കൊടുക്കും.
ഐസ് വെച്ചാൽ എന്താവില്ല, തണുത്താല് വയറ് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ, ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും ഹദീസിലില്ല. കാരണം റസൂൽ പറഞ്ഞെന്താ, മരിച്ചാൽ ഉടനെ മയ്യത്തെടുക്കുക. വിവാഹപ്രായത്തിൽ എന്താ കണ്ടു ഇഷ്ടപ്പെട്ടാല് വേഗം കല്യാണം നടത്തുക. നിസ്കാര സമയമായി നിസ്കരിച്ച പോലെ വേഗം പോയി നിസ്കരിക്കുക. കാരണം അല്ലേ, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഈ നീട്ടിക്കൊണ്ടുപോകണത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 24 മണിക്കൂർ വരെ നോർമലി എന്തുണ്ടാവില്ല, മയ്യത്തിന് ഒരു കേടുപാടുണ്ടോ, പ്രശ്നമുണ്ട്. അതായത് 24 മണിക്കൂറിനുള്ളിൽ മറയിലൊന്നും ചെയ്യുന്നില്ല. ഫീസറിലൊക്കെ ആളുകൾ മരിച്ചാൽ വേറെ ഫീസർ തന്നെയാണ് ചില ആൾക്കാര്. ഇത് ഇപ്പൊ വൈകുന്നേരം മരിച്ചു, നാളെ രാവിലെയാണ് മൈൻഡ്, അപ്പൊ ഫീസർ വേണം. അത് ഡോക്ടർമാർക്കല്ലേ ചിലപ്പോൾ അറിഞ്ഞോളൊന്നുമില്ല. മരിച്ചിട്ടുള്ള പഠിക്കില്ല, അത് നമ്മള് വേറെ പഠിക്കുകയാണല്ലോ, മരിക്കുന്നതല്ല അവർ പഠിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, 24 മണിക്കൂർ വരെ ബോഡിക്ക് ഒന്നും പറ്റില്ല നോർമലി, മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് 24 മണിക്കൂർ വരെ എന്ത് വേണ്ട, അതിനുള്ളിൽ മറയിലാണെങ്കിൽ എന്ത് വേണ്ട, ഫീസർ വേണ്ട. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ എന്തെങ്കിലും ബ്ലഡിനുണ്ടെങ്കിൽ ആ ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫ്രിഡ്ജിന്നോ മറ്റോ ഐസ് എടുത്തിട്ട് ആ ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിൽ വെക്കുന്നതിനാണ്, നനഞ്ഞിട്ട് അവിടെ നാവലിക്കാനാണ്. അപ്പൊ അവിടെ കവറിൽ വെക്കുമ്പോൾ അവിടെ എന്ത് ചെയ്തു, റെഡിയോ ഈ ഐസ് ബാഗൊക്കെ അല്ലേ ഫ്രിഡ്ജിൽ നിന്ന്, അത് വെച്ചാലും മതി, തീരെ ഉണ്ടാവില്ല. ക്ലിയർ ആയല്ലോ? ശരി. അപ്പോ ആ രീതിയിലാണ് ആ കാര്യങ്ങള്. ശരി. ഇനി നമ്മളിപ്പോ എന്ത് ചെയ്തു, മയ്യത്ത് മൊത്തം കുളിപ്പിച്ചു, എന്നിട്ട് പിന്നെ കർപ്പൂരം കലർത്തി വെള്ളമൊഴിച്ചു, മൊത്തം തുടച്ചെടുത്തു, താടി മുടിയൊക്കെ ചീകി വെച്ചു, പെണ്ണുങ്ങളെ മുടി 3ആയിട്ട് മുടഞ്ഞു അല്ലേ? ശരി. ഇനി നമ്മള് പഠിക്കണത്തൊന്നും പറയണം, എത്ര വേണം? പകുതി ആൾക്കാർ പറഞ്ഞു, പകുതി ആൾക്കാർ പറയേണ്ടതാണ്. പെട്ടെന്ന് 2 മിനിറ്റ് പറഞ്ഞത്. മയ്യത്ത് കുളിപ്പിക്കുമ്പോ മയ്യത്തിനെ താങ്ങിയിരുത്തുന്നു, വയറ്റത്ത് ശക്തിയായി തടവുന്നു, ഇടത് കൈ ഗ്ലൗസോ ശീലയോ വെച്ചിട്ട് ചെയ്യുന്നു, മലദ്വാരത്തിന്റെ ഭാഗം കഴുകി മലമൂത്രമൊക്കെ വൃത്തിയാക്കുന്നു, അഭിയാഗത്തിന്റെ ഭാഗം മൊത്തം സോപ്പും മറ്റും ഉപയോഗിച്ച് കഴുകിയ ശേഷം മയ്യത്തിന് പല്ല് തേച്ചു കൊടുക്കുന്നു. തുടർന്ന് മയ്യത്തിന് വധുവിന്റെ അവയവങ്ങൾ കഴുകി കൊടുക്കുന്നു. തുടർന്ന് മയ്യത്തിന്റെ തലഭാഗം മൊത്തം ആദ്യം കഴുകുന്നു, എന്നിട്ട് വലതുഭാഗം തല മുതൽ കാല് വരെ കഴുകുന്നു. തുടർന്ന് ഇടതുഭാഗത്തേക്ക് ചരിച്ചു കിടത്തി വലതുഭാഗത്തിന്റെ പുറംഭാഗം കഴുകുന്നു. തുടർന്ന് മയ്യത്തിന്റെ ഇടതുഭാഗം കഴുകുന്നു. അല്പം വലത്തോട് ചരിച്ചു കിടത്തി ഇടതുഭാഗത്തിന്റെ പുറംഭാഗവും കഴുകുന്നു. പിന്നീട് കറുപ്പം കലർത്തിയ വെള്ളം ഒറ്റയിൽ അവസാനിക്കും വിധം നമ്മൾ ഒഴിക്കുന്നു. പിന്നീട് മയ്യത്തിനെ മൊത്തം തുടച്ച് ഒപ്പിയെടുക്കുന്നു. മുടിയും താടിയും ഒക്കെ ചീക്കൊടുക്കുന്നു. സ്ത്രീകളെ മുടി മുടഞ്ഞു വെക്കുന്നു, അത്തർ ഉപയോഗിക്കുന്നു. ഓക്കെ, സ്ത്രീകൾക്ക് ഉള്ളിൽ ഉപയോഗിക്കും. ഓക്കെ, സ്ത്രീകൾക്ക് ബെഡ്റൂമിൽ അത്തർ ഉപയോഗിക്കാമല്ലോ അല്ലേ? ഓക്കെ, പുറത്തു പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവര് അത്തറും സ്പ്രേയൊന്നും അടിച്ച് മണന്നത് ആണുങ്ങൾക്ക് പ്രയാസം നടക്കുന്നുണ്ട്. അങ്ങനെ പോയത് അത് വ്യഭിചാരിണിയാണെന്ന് പറഞ്ഞത് അത്ര ഗൗരവം. എന്നാൽ ഈ നിലക്ക് നമ്മുടെ ബെഡ്റൂമിൽ നമ്മുടെ ഭർത്താവിന്റെ അടുത്തൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് വീട്ടില് അത്തർ ഉപയോഗിക്കാം. പുറത്തു പോകുമ്പോൾ അടിച്ചു വീശുന്ന മണല്ലത് ഉപയോഗിക്കരുത്. ബോഡി സ്പ്രേ ഒക്കെ എന്ത് ചെയ്യാം, അവർക്ക് പുറത്തു പോകുമ്പോൾ ഉപയോഗിക്കാം, പുറത്തേക്ക് മണം. ഓക്കെ, ശരി. അപ്പോ ഇതിന്റെ വിഷയം ഓക്കെ, ശരി. അപ്പോ എവിടെ കുളിപ്പിച്ച് ഇനി നമ്മൾ കഫൻ ചെയ്യലാണ് പഠിക്കുന്നത് കേട്ടോ. കഫൻ ചെയ്യും. ഓക്കെ, കഫൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലത്തെ ഫുൾ ഒപ്പിയെടുത്ത് ഇനി അപ്പൊ എത്ര പറഞ്ഞ, സ്ത്രീകൾക്ക് മാക്സിമം 5, പുരുഷന്മാർക്ക് 3. അപ്പൊ ഇവിടെ ഈ സ്ത്രീകൾക്ക് തെറ്റുന്നത് വെച്ചാൽ ആദ്യം ഒരു അടിപ്പാവാട അല്ലെങ്കിൽ അടിയിലൊരു തുണി ഉടുക്കും. ആ തുണി ഉടുക്കുമ്പോൾ പിന്നെ മറ്റ് 4 പറ്റുള്ളൂ. കാരണം 5 എന്ത് ചെയ്യരുത്, സ്ത്രീകൾക്ക് കൂടാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അടിയിലൊരു തുണി ഉടുക്കുകയാണെങ്കിൽ ഇതൊന്ന് തുറക്കണം, മനസ്സിലായി? ഈ ആണുങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, മറ്റേ 2 പറ്റുള്ളൂ, 3 കൂടാൻ പാടില്ല. അപ്പോ സാധാരണ ഈ നമസ്കാര കുപ്പായും മക്കരിട്ടാൽ തന്നെ എന്തായാലും ഇങ്ങനെ ഈ നിസ്കാര കുപ്പായം മക്കരി പറഞ്ഞപ്പോഴേ ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ പെണ്ണ് പിടിക്കുക, ആദ്യം മക്കനെയാണ് നിസ്കാര കുപ്പായം അപ്പൊ
മക്കളും കൊടുക്കും പോകും. ഓക്കെ, അതിലേ ആദ്യം ഏതിട്ടാലും കുഴപ്പമില്ല. ആദ്യം നമ്മൾ നിസ്കാരപ്പാനിട്ട് അത് മക്കരിട്ടാണ്. അത് ഞാൻ ഇഷ്ടോ. അപ്പൊ മക്കനെ കൊണ്ട് മാറും പറയണമെന്നാണല്ലോ ഉദ്ദേശിച്ചത്. കാരണം ഖുർആനിലെ സൂറത്തുൽ അന്നൂറിൽ മുഖമക്കനോട് മാറി പറയട്ടാണ്. അപ്പൊ ആദ്യം നിസ്കാരപ്പായിട്ട, പിന്നെ മക്കൻ കേട്ടോ. പിന്നീട് ആ സാധാരണ ആണുങ്ങളെ പോലുള്ള ആ 3 ഡ്രസ് ഉണ്ടായാൽ ക്ലിയർ ആയി. പിന്നെ നമ്മുടെ ഈ പഞ്ഞി വെക്കാനുള്ള പരിപാടി അതും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഏത് എല്ലാ വിരലിന്റെയും തൊക്കിലും, ഏത് എല്ലാ കയ്യിന്റെയും കാലിന്റെയും ഒക്കെ എല്ലാ ഇടുക്കിലും ചെയ്യണ്ട, ഏത് പഞ്ഞി വെക്കേണ്ടതില്ല. ശരി, വല്ല മുറിവുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരു മുറിവുണ്ട്, അപ്പൊ ആ ഭാഗത്ത് ബ്ലഡ് വരാൻ സാധ്യതയുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, അവിടെ നമ്മള് കുറച്ച് പഞ്ഞി വെക്കുക. പിന്നെ ഈ മലദ്വാരത്തിൽ നടന്ന എന്തെങ്കിലും ഒരിക്കൽ പ്രശ്നം ഉണ്ടാവുന്ന സംശയമുണ്ട്, അല്ലെങ്കിൽ ഒരു മുറിവിൽ ഇങ്ങനെ ബ്ലഡോ നീരോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് എങ്കിൽ അവിടെ എന്ത് ചെയ്യാം, മനസ്സിലായി. ഇനി മൂക്കിലൂടെ നീര് വരുന്നുണ്ട്, അല്ലെങ്കിൽ ബ്ലഡ് വരുന്നു, അതിലൂടെ എന്ത് ചെയ്യാം, ചെവിയുടെ ആക്സിഡന്റ് ഒക്കെ ആയിട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെവിയിലൂടെ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം. ഇനി അങ്ങനെ ഒരു ബ്ലഡ് വരുന്ന ഒന്നുമില്ലെങ്കിൽ പഞ്ഞി തന്നെ വെക്കണം. മനസ്സിലായി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ പഞ്ഞിയെക്കാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പഞ്ഞിയെക്കുന്ന പരിപാടി എന്തില്ല, ആ പഞ്ഞിച്ച് പോണ്ടേന്നൊക്കെ. അപ്പൊ ആ പഞ്ഞിക്കുന്ന പരിപാടി ഇല്ല. എന്നാൽ അനിവാര്യമാണെങ്കിൽ ഈ പറഞ്ഞോടത്ത് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമെങ്കിൽ ഇങ്ങനെ നീരോ ബ്ലഡോ മറ്റോ വരുന്നുണ്ടെങ്കിൽ മാത്രം ഈ മുഖത്തും ഒന്നായിട്ട് പഞ്ഞി വെക്കേണ്ടതില്ല. പക്ഷേ അത് ഒക്കെ ഈ പറഞ്ഞതുപോലെ. പിന്നെ ഇവിടെ നിന്ന് വലിയ തിരക്ക് ആവശ്യം, പഞ്ഞി വെക്കണ്ടെന്ന് പറയാൻ ചുട്ടല്ലാതെ അതിനും നമ്മൾ വാശി വെച്ചാൽ സത്യത്തില് പഞ്ഞി ആവശ്യമുണ്ടെങ്കിൽ വെച്ചാൽ മതി. ഒരു അറിവ് നമ്മൾക്ക് ഉണ്ടാവാനാണ് ഞാനിത് പറയുന്നത്. ക്ലിയറല്ലേ? അപ്പൊ അങ്ങനെ ഇപ്പൊ കഫൻ ചെയ്യുമ്പോ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമസ്കാരപ്പായ മക്കന എന്നത് നമ്മൾ ഇടുന്നു. സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ഈ 3 വസ്ത്രം. അപ്പോ എന്ത് ചെയ്യാം, നമ്മള് ഇങ്ങനെയാണ് 3 ഡ്രസ് ഉണ്ടാവുക. 3 ഡ്രസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു നീളം. അപ്പൊ ഇതും വലിയ പ്രശ്നമാണ്. എന്ത് ഇത് മുറിക്കലൊക്കെ വലിയ വിഷയമാണ് അല്ലേ? അപ്പൊ അതും വളരെ സിമ്പിൾ ആണ്. ഇതൊക്കെ ആർക്കും ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഒരു ടീമിന് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നൊരു ധാരണ. അപ്പൊ അതും നമ്മൾ ഇതോടുകൂടി ഇത് കാണുന്നതോടുകൂടി ഒഴിവാക്കും. എന്ന് പറഞ്ഞാൽ ഇതൊരു സിമ്പിൾ സംഗതിയാണ്. ഇത് എന്ത് ചെയ്യാം, 3ആയി നമ്മൾ പിടിക്കുക. 3ആയി അത് മുറിച്ചണം. ഇതൊന്നും മുറിക്കാതെ എന്നിട്ട് കൊണ്ടുവരണം. അപ്പോഴേ പഠിക്കുള്ളൂ. ഓക്കെ, അപ്പോ അതിന് വേറെ ഇതിലിപ്പോ പ്രശ്നം കാണുന്നത് 3 വരെ വലിപ്പം. അന്നോ ഇതൊക്കെ മുറിക്കണ അറിയാനുള്ള പ്രശ്നമാണ്. അതായത് അടിയിലുള്ളത് എന്ത് ചെയ്യണം, അല്പം നീളം വേണമെന്നാണ്. ഇത് മുറിച്ചിനൊക്കെ അറിയാം, പാടും ചെയ്തു, 3 വരെ പോലെ മുറിച്ചു. മനസ്സിലായി. അപ്പൊ നമ്മളിത് എന്ത് ചെയ്യാ, ഇങ്ങനത്തെ ഇങ്ങോട്ട് വാങ്ങിയാൽ മതി. എന്താ ആ കറക്റ്റാണ് 3 അപ്പൊ ഒന്ന് മുറിച്ചില്ലേ, മുറിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ മുറിച്ചിട്ടുണ്ട്. മുറിച്ചായി തോന്നിയാണ്. അപ്പൊ മുറിക്കാം. ഓക്കെ, മുറിച്ചില്ല, ഒക്കെ മുറിച്ചിരുന്നു. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞത് ഇത് 3 അതിലെല്ലാം ഉണ്ട്. ഞാൻ നിർത്തുമ്പോ ഓക്കെ. അപ്പോ എന്തായാലും നമ്മൾ എന്ത് ചെയ്യാ, ഇത് ചെയ്യേണ്ടത് 3ആയിട്ട് മുറിക്കുക. അതിൽ ഒരു തുണി എന്ത് ചെയ്യുക, കുറച്ച് നീളത്തിൽ വെക്കുക. ഒരു ചാൺ നീളത്തിൽ ചെയ്യുക, ഒരു മുട നീളത്തിൽ ചെയ്യുക, അടിയിൽ വെക്കണം കേട്ടോ. അപ്പൊ ഇതിൽ ഒരു തുണി ഏറ്റവും പറ്റുന്ന ഇതിലെന്ത് ചെയ്യുന്നു, ഇത് നമ്മള് ഈ 3 നിർത്തി പിടിച്ചോളൂ. അങ്ങനെ ഇതിന്റെ മുകൾക്ക് 3 ഒരുമിച്ചോളൂ, പിടിച്ചോളൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു തുണി നീളത്തിലാണ്, അല്പം നീളത്തിലാണ് മുറിക്കേണ്ടത് മനസ്സിലാക്കുക. ഇവിടെ അതിനൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇവര് മുറിച്ചു കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ നിസ്സഹായനാണെന്ന് പറയുന്നുള്ളൂ. ഇങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മൾ 3 തുണി പിടിച്ചോളി, കൂട്ടി പിടിച്ചോളി, 3 അടിയിൽ തലി പിടിച്ചോളി. എന്തെങ്കിലും കാണും ഓക്കെ. ഞാൻ
സമയം കളയും. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമയം കൊണ്ട് നിങ്ങൾ പറഞ്ഞതാണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ 3 തുണി ഒപ്പിച്ച് പിടിക്കുന്നു. ഇതിൽ എന്ത് വേണം ശരിക്കും? ഒരു തുണി ഇത്ര വേണം. മനസ്സിലായല്ലോ? അത് നിങ്ങൾ അവിടെ ചെയ്താൽ മതി. ഇനി നമ്മൾ ഇതിൽ ഒരു കര കയറുന്നു കേട്ടോ. ഇങ്ങനെ ഒരു നമ്മൾ കെട്ടാനൊരു കര വേണം. അപ്പൊ അങ്ങനെ ചെയ്യുന്നു. എന്താ ആളുടെ എത്തിച്ചോ അവിടെ ഫീസ് ഉണ്ടോ പോലെ ഇതുപോലെ കീറുന്നില്ല അല്ലേ? അപ്പൊ ചെയ്യുന്നു ഇങ്ങനെ ഇപ്പൊ വേണം നേരെ പടച്ചോടി. ഇനി നമ്മുടെ ഈ തുണി ഇത് നല്ല വലിയൊരാളെ കൊള്ളുന്ന തുണിയാണ് ഇത്. അപ്പൊ ഇനിയിപ്പോ വലിയൊരാളെ കൊള്ളാൻ വലിപ്പല്ലെങ്കിലോ ഇങ്ങനെ മറക്കുമ്പോൾ പള്ള കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിലോ അടുത്ത തുണി കുറച്ച് 10 തുണി വെച്ചിട്ട് മറച്ചാണ്. ഇതൊക്കെ നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ നേരത്തെ അവര് വിളിച്ചമായി വിളിക്കാനാണ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നു. നമ്മളിങ്ങനെ മടക്കി പിടിക്കുന്നു. ഇങ്ങനെ മടക്കി പിടിച്ച ശേഷം എന്ത് ചെയ്യുന്നു? ഈ ഭാഗം നമ്മളിങ്ങനെ പിടിച്ചിട്ട് നേരെ മടക്കിയ ശേഷം ഇങ്ങനെ മടക്കിയല്ലോ. ഇങ്ങനെ ഇതിന് ചത്തു ഭാഗമൊന്നുമില്ല. നമുക്ക് പറ്റാവുന്ന രീതിയിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ പോകുന്നു. ആ ഭാഗം മടക്കാം, ഒരു ഭാഗം മടക്കാം. എന്നിട്ട് ചെയ്യുന്നു ഈ ആളെ നമ്മളിങ്ങനെ മയത്തിന് ലേശം ചരിച്ച് കിടക്കുക. ശരി, എന്നിട്ട് ഇതിങ്ങനെ വിളിക്കുക. നല്ലോണം ചരിച്ചിട്ട് ഇതിങ്ങനെ വിളിക്കുക. ഇത്ര പണിയുള്ളൂ. നമ്മളൊക്കെ തുടച്ച് വൃത്തിയാക്കിയതാണ്, നനവില്ല. എന്നിട്ട് ചെയ്യുന്നു ഇങ്ങനെ കിടക്കുന്നു. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് നീക്കുന്നു. കണ്ടാ ഇത്ര പണിയിൽ വെക്കാണ്. ഇതൊക്കെ അങ്ങോട്ട് പിടിക്കുക ഇങ്ങോട്ട് പിടിക്കുക. ഇതൊക്കെ നേരം വെക്കല് ഒരു കാര്യമില്ലാതെ ഇങ്ങോട്ടില്ലേ ഇത്ര വിഷയമുള്ളൂ. ഇനിയിപ്പോ എന്താണ് നടുവിൽ നാരി വെച്ചിട്ടുണ്ട്. ഉപ്പയും കാണിച്ചത് ഇത് മനസ്സിലായി. അപ്പൊ ഇങ്ങനെയുള്ള ഇത്രയാണ് എന്ത് ചെയ്യാം? ഇത്ര ഭാഗം. എന്നിട്ട് ഈ കാലിന്റെ ഭാഗത്തെ കുറച്ച് പോരാ ഉണ്ടോ? ഇനി പോരാ എന്തെങ്കിലും എന്ത് ചെയ്യാം? ഇവിടെ തലന്റെ ഭാഗത്ത് കുറച്ചുണ്ട്. രണ്ട് കണക്കന്നെ അങ്ങനെ എന്തെങ്കിലും മയ്യത്തിന് താങ്ങി എടുക്കുക. മറ്റേ താങ്ങി പിടിച്ചാൽ എന്നിട്ട് ഈ തുണികൾ വെച്ചാൽ മതി. എങ്ങട്ടാ പോരേണ്ട വെച്ചാൽ അപ്പൊ എന്താവും? ഇത്രയൊക്കെ ഉള്ളത്. ഇതൊരു വലിയ സംഭവം. വെച്ചോട്ട് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ പരിഹരിക്കാം കേട്ടോ. അപ്പൊ ക്ലിയറായാലോ? എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ കൈയും ഇതൊക്കെ ഇങ്ങനെ നിവർത്തി വെക്കുക, റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഇനി ഇവിടെ നമുക്ക് ഒരു വായ ഇങ്ങനത്തെ ചില ആൾക്ക് നോർമലി വിടർന്നിരിക്കാനുള്ള ഇങ്ങനെ കൂടാത്ത അവിടെ കെട്ടിയാൽ തന്നെ നിൽക്കുള്ളതുണ്ടാവും. അവിടെ ഇങ്ങനത്തെ കെട്ടിടട്ടെ ചെറിയൊരു നാല് കൊണ്ട് ഇങ്ങനത്തെ ചെറിയ കൊണ്ട് ആവശ്യമെങ്കിൽ എല്ലാവർക്കും ഒന്നല്ല, റേറായിട്ട് ആർക്കും വേണമെങ്കിൽ ഒരു വല്ലാത്ത നിൽക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു കൊണ്ട് കെട്ടി കേട്ടോ. ശരി, ഇനി എന്ത് ചെയ്യുന്നു? നമ്മളിതാ പിന്നെ ഈ ഒന്നാമത്തെ തുണി പിടിച്ചോളി. ഒന്നാമത്തെ തുണി എന്നിട്ട് ഈ കൈയൊക്കെ നിവർത്തി ഇവിടേക്ക് വെക്കും കേട്ടോ. കാലിൽ തന്നെ ഒന്ന് ലെവലാക്കി വെക്കും. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ തുണിയോട് ഇങ്ങനെ വിടും. ഇത് ഉള്ളിക്കട പോട്ടെ, നല്ല ടൈറ്റ് ആയിരിക്കട്ടെ. ഇങ്ങനെ അതെന്താ മോനെ ഇവിടെ ഇങ്ങനെ കൂട്ടി പിടിക്കുമ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് പിടിക്കും. ഇത് കണ്ടുപിടിച്ച എല്ലാവരും ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പുറത്തേക്കാട് കൂട്ടി പിടിക്കും. പുറത്തേക്കാട് വരിക. ഓക്കെ, ഈ ഭാഗം കൂടി എടുത്തോളൂ. അപ്പോൾ റെഡിയാവും. ഈ ഭാഗം കൂടി എടുത്തോളൂ. വളരെ പാരമ്യൊന്നും പെടുത്തില്ലല്ലോ. ഇതേ ഇങ്ങനെ എന്ത് ചെയ്യാം? നമ്മള് ഇങ്ങനെ പഠിക്കാം, ശരിക്കും പഠിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ നേരെ പിടിച്ചിട്ട് റെഡിയാക്കിട്ട് എന്ത് ചെയ്യാം? നല്ല അടിപൊളി വെച്ചിട്ട് ഇങ്ങനെ പിടിക്കാം കേട്ടോ. ഇവിടെ ഞാൻ അതേപോലെ അടുത്തെടുക്കും. അതേപോലെ അടുത്തെടുക്കും. അവിടെ തന്നെ അടുത്തെടുക്കും. അങ്ങനെ ചിരിക്കൂടെ ഒന്നുമില്ല. അങ്ങനെ ഇങ്ങനെ ആൾ വലിച്ച് കാലിലേക്ക് വലിച്ച് സാധനം. ഓക്കെ, അവസാനത്തിൽ പഠിച്ചത് എന്തായാലും പഠിക്കുന്നതല്ല. സാധനമാണ് കുറച്ച്
നോക്കി ചൂടുണ്ടാവും. ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പറഞ്ഞ ഈ നാലില്ല ഈ തുണി ഇത്ര ഒന്നും വേണ്ട, അതിന്റെ പകുതി മതി. ഇങ്ങനത്തെ നമ്മളെ നാല് ഇങ്ങനത്തെ ഒറ്റ നാല് മതി. ഒന്നിങ്ങനെ ഇത് രണ്ടാക്കാറുണ്ട്. ഒന്ന് തലമ കെട്ടണം, ഒന്ന് കാൽമ കെട്ടണം. ഈ നാലിന് വെച്ചില്ല നാലില്ല. ഇതെന്ത് ചെയ്യാം? എത്ര പണിയുള്ളത് അങ്ങനെ എടുക്കുക, ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെ അപ്പൊ നാല് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, അത്ര വലിയൊരു സംഭവമല്ല. എന്ത് ചെയ്യുന്നു? നമ്മള് ഇങ്ങനെ ഇതൊക്കെ അയക്കാൻ കിട്ടണം. അങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ ടൈറ്റ് ആക്കി കഴിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഭാഗം ഇങ്ങനെ ഊരാൻ ശരി ഇങ്ങനെ കിട്ടും. അപ്പൊ ഇതിന് സ്ത്രീകൾക്കാവുന്ന നമസ്കാര ഉപായം മക്കളെ കൂടി ഉണ്ട്. ഈ ഭാഗം നമ്മൾ ചുരുട്ടി ഇങ്ങനെ വെച്ചാൽ എന്താ ചെയ്യുക? വൃത്തിയായി ഇങ്ങനെ ചുരുട്ടി എത്തിക്കുന്നു. ഓക്കെ, ഇത്രയാണ് മയ്യത്ത് കഫന്. ഈ കഫനിന് മുമ്പ് എന്ത് ചെയ്യാൻ നമ്മള് പിന്നെ ആ ഉരുവാനില് ആ പോയിക്കണ സുന്നത്താണ്. നമ്മുടെ സൗകര്യം പോയി നമ്മൾ ആകെ പ്രശ്നമായി. അപ്പോ അതേപോലെ തന്നെ ഇതിമല എന്ത് ചെയ്യാൻ നമ്മള് അത്രയൊക്കെ കേട്ടോ, അത്രയൊക്കെ കൂടെ ഉണ്ട്. അത്രയൊക്കെ വേണമെങ്കിൽ ഇതിമല് നമുക്ക് ഉപയോഗിക്കാം. അതായത് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനത്തെ ഇതിമല നമ്മൾ അത്രയൊക്കെ പരത്താം. ഇനി നമ്മളിത് എന്ത് ചെയ്യുന്നു? ഇനി നിസ്കരിക്കുമ്പോ ആണുങ്ങളാണെങ്കിൽ തലയുടെ ഭാഗത്താണ് ഇമാം നിൽക്കുന്നത്. ബാക്കി ഞാൻ പിന്നെ പറഞ്ഞത് അയക്കണം, അതുകൊണ്ടാണ്. അതായത് ആണുങ്ങളാണെങ്കിൽ തലയുടെ ഭാഗത്താണ് ഇമാം നിൽക്കുന്നത്, പെണ്ണുങ്ങളാണെങ്കിൽ മധ്യഭാഗത്താണ് ഇമാം നിൽക്കുന്നത്. ഇനി ഇത് കബറിലേക്ക് ഇറക്കിക്കൊണ്ട് ഇത് പറഞ്ഞു ബാക്കി പറയും. കബറിൽ ഇറക്കിക്കുമ്പോ നമ്മുടെ ലോകത്തുള്ള സകല മുസ്ലിങ്ങളും മരിച്ചു കിടക്കുന്നത് കിബിലക്ക് നേരെ ചരിച്ചിട്ടാണ് കബറിലേക്ക് ഇറക്കുന്നത്. ശരി, നിങ്ങളുടെ മൈത്തിൽ ഇങ്ങനെ ഇപ്പൊ അങ്ങനെയല്ലേ പടിഞ്ഞാറ്. അപ്പൊ ഈ ഭാഗം അങ്ങോട്ട് പോകും. എന്നിട്ട് ചെയ്യുന്നു? എന്നിട്ട് നേരെ വലതു ഭാഗത്തേക്ക് ചരിച്ചിട്ട് ചെയ്യുന്നു. മയ്യത്ത് ഇങ്ങനെ ഈ കബറില് കിടക്കണ എങ്ങനെയാണ്? ഇങ്ങനെ കുടിച്ചോ, ഒന്ന് തിരിച്ചാ മയ്യത്ത് ഈ നാരോട് എന്ത് ചെയ്യുന്നു? നമ്മള് ഇത് അയച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഇത് കെട്ടണം. ആ മുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനം ഉണ്ടായാൽ ഇത്ര ഇടുക ഉണ്ടോ. എന്നിട്ട് ഈ ഇതിമെന്ത് ചെയ്യും? ഇതൊക്കെ നമ്മൾ അയച്ചിട്ട് കവറിലേക്ക് ഇടുന്നു. ഈ കെട്ടൊക്കെ അയച്ചിട്ട് നമ്മൾ കവറിലേക്ക് ഇടുന്നു. ഇവിടെ പടിയൊക്കെ കെട്ടി നമുക്ക് വിൽക്കാണ്ട് കെട്ടിട്ടാല് വൈദ്യുതി എന്ത് ചെയ്യാം? നേരെ കിടക്കാം. മൂന്നാള് പിടിച്ചാൽ വൈദ്യുതി ഇറങ്ങും. ഇവിടെ പിടിക്കുന്നു, ഒരാള് ചെയ്യുന്നു, അവിടെ പിടിക്കുന്നു. പിടിച്ചോളൂ, കുട്ടി പിടിച്ചോ, നാളെ പിടിച്ചാലോ, ഇങ്ങോട്ട് മാറി പിടിച്ചോ, പിടിച്ചോ, ഇങ്ങോട്ട് തിരിച്ചാ തിരിച്ചോ, ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ചെയ്യുന്നു? നമ്മൾ മയ്യത്തെ കബറിലേക്ക് ഇറക്കുമ്പോൾ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് മയ്യത്തെ കബറിലേക്ക് ഇറക്കുന്നത് കേട്ടോ. നേരെ ചരിച്ചു നിർമ്മിച്ച് പിടിച്ചോ, നേരെ ചെയ്യുന്നു. മയ്യത്തെ കെട്ടായി അവിടുത്തെ കെട്ടും ഇവിടുത്തെ കെട്ടാന്റെ കെട്ട് വയ്ക്കും. കബറിലേക്ക് കെട്ടാറ്. ഓക്കെ, എന്നെ പിടിച്ചോ, കൂട്ടി പിടിച്ചു, അങ്ങനെ പിടിച്ചോ, അവിടെ അങ്ങനെ കൂട്ടി പിടിച്ചു. ഈ മൂന്നാള് പിടിച്ചാൽ ഈ മയ്യത്തെ കടക്കണം. ഇങ്ങനെയാണ് കവറില്ല. മനസ്സിലായി? ഇങ്ങനെയാണ് കവറില്ല. അപ്പൊ കവറിലേക്ക് മനസ്സിലായി? ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്യാ. കവറിൽ ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെ ചരിഞ്ഞിട്ടാണ് മയ്യത്ത് കിടക്കുന്നത്. ശരി, എന്നിട്ട് നമ്മൾ തല നേരെ വെച്ചിട്ട് കേട്ടോ. എന്നിട്ട് ഇതിന്റെ മുകളിൽ നമ്മൾ മണ്ണിടൂല. ഇതിന്റെ മുകളിൽ സ്ലാബോ കല്ലോ ഒക്കെ ഉണ്ടാവും. പെണ്ണുങ്ങൾ കൂടി മനസ്സിലാൻ വേണ്ടി പറയാം. ഈ മയ്യത്തിന്റെ മുകളിൽ എന്തുണ്ടാവില്ല? മണ്ണ് വീടില്ല. ആ നിരക്കാണ്. ഓക്കെ, ഓക്കെ. ഇതിന് ഇങ്ങനെയാണ് നമ്മൾ കവറില് എന്ത് ചെയ്യാം? മയ്യത്ത് ഇങ്ങനെ ചരിഞ്ഞാണ് കിടക്കുക കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? അൽഹംദുലില്ലാ. അപ്പോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട്. അവിടെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സംശയിക്കാം.
ഒന്ന് ഇവിടെ ഇപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതില് ഏറ്റവും പ്രധാനമായി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മയ്യത്ത് ആ കുറെ ഉപദേശങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബി സല്ലല്ലാഹുവിന്റെ പത്നിമാരും നബി സല്ലല്ലാഹുവിന്റെ മകളും അങ്ങനെ ഓരോ ആളുകളും ഇപ്പൊ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കുന്ന മക്കളെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ മരിക്കുന്ന തൊട്ട് മുമ്പ് മക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പൊ അതിപ്പോ ഫാത്തിമ റസൂൽ പറഞ്ഞേ മരിക്കുന്ന തൊട്ട് മുമ്പ് അടുത്തേക്ക് വിളിച്ചു അല്ലേ, എന്നിട്ട് പറഞ്ഞു മോളെ ഇപ്പൊ മരിക്കും. അപ്പൊ സ്വകാര്യ ചെവി പറഞ്ഞു കൊടുത്താൽ അപ്പൊ എന്ത് ചെയ്തു? രണ്ടാമതും കരഞ്ഞങ്ങോട്ട് പോയപ്പോ വീട്ടിൽ വിളിച്ചു. എനിക്ക് ശേഷം നീയാണ് ആദ്യം ചിരിച്ചു. എന്റെ വാർത്തകൾ ചോദിച്ചു എന്താണ് ഇപ്പൊ സ്വകാര്യ പറഞ്ഞത്? അപ്പൊ ആദ്യം പറഞ്ഞു എന്റെ ഇപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ ആരാന്ന് ചോദിച്ചു. പിന്നെ ഇതാണ് പറഞ്ഞത്, ആദ്യം ഞാൻ മരിക്കുന്നത്. രണ്ടാമത് ഫാത്തിമയാണ് ആദ്യം പിന്നെ മരിച്ചത്. എന്റെ കാലുകൾ ഞാൻ ചിരിച്ചു. അപ്പൊ ഇങ്ങനെ അതേപോലെ മരുമാനെ വിളിച്ചു. എല്ലാ കബറും തട്ടി നിരത്താൻ പറഞ്ഞു. ഒരു ചാനലേറെ ഒറ്റ കബറുണ്ടായിരുന്നു. മരുമാൻ അരുളാനോട് പറഞ്ഞേ ഇങ്ങനത്തെ ഒരുപാട് ഉപദേശങ്ങൾ മരണസമയത്ത് പോലും വിശ്വാസം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ വളരെയേറെ കൊടുക്കേണ്ട ഉപദേശം. കാരണം എന്താ പറയുക, ഇന്ന് ജനിക്കുമ്പോൾ തന്നെ ശിർക്ക് തുടങ്ങണം. മരിക്കുമ്പോൾ എങ്ങനെ ഒരു കുട്ടിയുടെ ഗർഭാശയത്തിൽ നിന്ന് പൊക്കിക്കൂടെ ഭക്ഷണം നൽകി വളർന്ന് അതിങ്ങനെ വലുതായി പ്രസവിച്ചിട്ടുള്ള ഏറ്റവും നേർത്ത പാല് ഉറപ്പാട് ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ടോ അങ്ങനെ 2 ദിവസം കഴിയുമ്പോഴേക്ക് ഓരോരുത്തരും വന്നിട്ട് അല്ല ഒരു കരിവളം ഇട്ട് കൊടുക്കില്ല, ഒരു കറുത്ത ചേർത്ത് ഈ കുട്ടിക്ക് ഒരു അരയിലൊന്നും ഒരു കറുത്ത ചേർത്ത് കൊടുക്കില്ല എന്ന് പറയാൻ ആൾക്കാർ ചെറുക്ക് തുടങ്ങാണ്. അത് എന്തിനാണ്? അത് നാഗുരട്ടനാണ്, കണ്ണുരട്ടൻ. ചെറുക്ക് തുടങ്ങി സത്യത്തിൽ ഈ ഗർഭാശയത്തെ ബീജാണുവിൽ നിന്ന് ഇങ്ങനെ വളർത്തി ആ കുട്ടിയുടെ ഭക്ഷണം ആ റബ്ബ് പോലെ നമ്മളെ കുട്ടിനെ കാക്കാൻ നേരിട്ട് അങ്ങനെ എവിടെ ഒരു കരിവളയും ഒരു കറുത്ത ചെല്ലും റബ്ബ് പോരാന്നുള്ളതിന് ശിർക്കാണ്. മനസ്സിലായി? ഇനി അവസാനം എന്നാൽ ആശുപത്രിയിൽ നിന്ന് മടക്കി RCC മറ്റുള്ള റീജിയണൽ ക്യാൻസർ എന്നൊക്കെ മടക്കി ഈ കുട്ടിക്കോടെ ഇതൊന്നും ചെയ്യില്ല ഡോക്ടർ പറഞ്ഞു. അപ്പോഴും ചെയ്യും എന്റെ പാപ്പന്റെ ഐക്കല് ഊർക്ക് വെള്ളം അതിലും കെട്ടി ഇതൊക്കെ കൂടിയായിട്ടായിരിക്കും ഒരു മനുഷ്യൻ മരിക്കുക. അപ്പോഴോ ഇതൊക്കെ കെട്ടി മരിച്ചാലോ? അതുകൊണ്ട് അത്തരം ഉപദേശങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയാൻ നമ്മൾ കഴിഞ്ഞില്ലെങ്കിൽ ഇതുണ്ടാവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതൊക്കെ നമ്മളും നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട കുറെ ഉപദേശങ്ങളുണ്ട്, നമ്മുടെ ബന്ധുക്കൾ കൊടുക്കേണ്ട ഉപദേശമുണ്ട്. എപ്പോഴും നമ്മളൊക്കെ എന്നാ നമുക്കറിയില്ല. നമ്മൾ പള്ളിപ്പറമ്പ് പോയൊക്കെ നമ്മളൊക്കെ പ്രായമുള്ളവരുണ്ട്. ഈ സദസ്സിൽ എല്ലാവരും പ്രായം ആണുങ്ങൾ പെണ്ണുങ്ങളുണ്ട്. നമുക്ക് അത് ആയുസ് എന്നാണ്. അതുകൊണ്ട് ശക്തമായ അത്തരം ഉപദേശങ്ങൾ നൽകാൻ കൂടി ശിർക്കിന് മോചിതമാകാനുള്ളത് കൂടി നമ്മൾ പറയാൻ സാധ്യമാകണം കേട്ടോ. ഇനി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോ ഇത് ഇത്രയും കൃത്യല്ലേ. പിന്നെ മൈതസ്കാരം ഒക്കെ അറിയാം, ഞാൻ പറയേണ്ടതില്ല. മൈതസ്കാരത്തിന്റെ 4 തക്ബീർ, ഒന്നാമത്തെ ഫാത്തിഹ, രണ്ടാമത്തെ സലാത്ത്, മൂന്നാമത്തെ മൈത്തിനോട് പ്രാർത്ഥന ഞാൻ പറയേണ്ടതില്ല. പക്ഷെ അവിടെ ഞാൻ മനസ്സിലാക്കി ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഒരുപാട് മയ്യത്ത് നിസ്കരിച്ച കൂട്ടത്തില് ഞാൻ വർക്ക് ചെയ്യുന്ന ന്യൂ ഹോപ്പ് കൗൺസിലിംഗ് ആൻഡ് ഹെൽത്ത് സെന്ററില് കൂടല്ലൂരിൽ ഒരു മനുഷ്യൻ, അദ്ദേഹം അവിടെ നന്നായി പോയി വളരെ ഉഷാറായി ജീവിച്ച് ഞാൻ കുടുംബക്കാരുടെ വീട്ടിൽ പോയി എൻ്റെ കാലിന് അസുഖം എൻ്റെ വീട്ടിൽ കുടുംബസമേതം വന്നു ഭയങ്കര ബന്ധം. അങ്ങനെ അദ്ദേഹം അന്ന് കൊറോണ സമയം, ആ കൊറോണ സമയത്ത് അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ആ ഒരു പള്ളി നിറയെ, അതായത് മൈതുകട്ട നേരെ പള്ളിക്ക് പള്ളി നിറയാണ്, നിറയെ പുറത്തൊക്കെ ഒരു സുന്നി പള്ളിയാണ്, അങ്ങനത്തെ വലിയൊരു പള്ളി കൂടെ. ആ പള്ളിന്റെ അകത്തും പുറത്തും ഒക്കെ ഭയങ്കര ഇത്ര ജനക്കുണ്ട്. ഇയാളെ ഹോൾസെയിൽ കച്ചവടക്കാരൊക്കെ ഇപ്പോൾ ഇയാളെ ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ് ജമാൽ ഉസ്താദ് ഇമാമ നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അങ്ങനെ സംഭവമില്ല, കാതിയാരെല്ലാവരും നിന്നിട്ടില്ല ആ പള്ളിയിൽ. പക്ഷെ എന്നോട് ഒരു മൈക്കെടുത്തു ഞാൻ ഇമാമൊക്കെ പറഞ്ഞൊരു വാക്ക് എന്നോട് പറയും. ഈ ആള്, ഞാൻ ആളെ പേര് പറയുന്നില്ല, അദ്ദേഹം
പിന്നെ എൻ്റെ ഒരു സുഹൃത്താണ്, നമുക്ക് പറഞ്ഞു പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമ്മൾ നമസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്ത് നമസ്കരിക്കും. ആ നമസ്കരിക്കുമ്പോൾ ശരിക്കും റസൂലുള്ളാഹി തുടിക്കുന്ന ഹൃദയവും നനയുന്ന കണ്ണീരുമായി അല്ലാഹുവേ ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും കരുണ കാണിക്കുകയും മനസ്സിൽ തട്ടി കരഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി ഓരോ മയ്യത്തും നമസ്കരിച്ചത്. അപ്പൊ തൊട്ടടുത്തുള്ള മോമും പറയാണ്, ആ മയ്യത്ത് എന്റേതായിരുന്നെങ്കിൽ, കാരണം ആ ഒരു കരഞ്ഞുള്ള പ്രാർത്ഥന വേണ്ടി ആ സാഹിബ് അറിയിച്ചു. അപ്പൊ അത്ര മനസ്സിൽ തട്ടിയിട്ടാണ് നമ്മുടെ കേരളം. ഇത് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതൊക്കെ കേട്ടു. അപ്പോ ഈ കൂടി ആയിരക്കണക്കിന് ആൾക്കാർ വാർത്ത കഴിഞ്ഞ് സ്വലാത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ ഞാൻ പൊട്ടിപ്പോയി. ആ മയ്യത്ത് സ്ഥലം മൊത്തം കഴിഞ്ഞു. അങ്ങനത്തെ ഒരു മനസ്സിൽ തട്ടിയ നമസ്കാരം പലരെയും വീഴ്ച മാറി നേരെ വീഴ്ച ലഭിച്ചു. അങ്ങനെ നമ്മളൊക്കെ എപ്പോഴാണെന്ന് അറിയാം. നമ്മൾ ഇങ്ങനത്തെ കൂട്ടായ്മയിലും ഇങ്ങനത്തെ ക്ലാസ്സിൽ പരിചയപ്പെടലും ഒക്കെ ഉണ്ടാവും. ഒരുപാട് ആളുകൾ, അതായത് 40 പേര് തൗഹീദ് ഉൾക്കൊണ്ടത് നിശ്ചയിച്ചാൽ ആ മയ്യത്തിന്റെ പാപം കൊടുക്കുമെന്ന് വിശ്വാസമാണ്. അതുകൊണ്ട് നമ്മളും മറ്റുള്ളവരാ മയ്യത്ത് നിശ്ചയിക്കാൻ, അപ്പോഴാണ് നമ്മളെയും നമ്മൾ ഇതിനൊക്കെ ഉണ്ടാവും. അല്ലെ, എന്റെ കിറാത്താണ് മയ്യത്ത് നിശ്ചയിച്ച ഒരു കിറാത്ത്. അതിന്റെ ബാക്കി തസ്ബീഹിലൊക്കെ ചെന്നാൽ അടുത്ത 2 കിറാത്ത് പ്രതിഫലം നമുക്ക് ലഭിക്കണം. അതുകൊണ്ട് എവിടെ മയ്യത്ത് നിശ്ചയിക്കാൻ നമ്മൾ ഓടിയെത്തണം. അവിടെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. ഒപ്പം അതിനോട് ഏറ്റവും അടുത്ത ആൾക്കാരാണ് കുളിപ്പിക്കേണ്ടതും കബറിലേക്ക് വെക്കേണ്ടതും. ഇത് കബർ കുത്തിയ 4 ആള് 3 ആളുണ്ടാവും. ഓർക്ക് എല്ലാവരും മിക്ക ആൾക്കാർക്കും ഒരു മൈനസ്കാരം ഉണ്ടാവില്ല. ഒരാ കുപ്പായം മാറ്റിയാൽ പുറത്ത് കൊടുത്ത് ഇങ്ങനെ ഇത് വരാൻ കാത്തിക്കുക. നമ്മുടെ ഉമ്മന്റെ മയ്യത്ത്, നമ്മുടെ ബാപ്പന്റെ മയ്യത്ത്, നമ്മുടെ മകളുടെ മയ്യത്ത്, നമ്മുടെ ബാപ്പന്റെ മയ്യത്ത് ഇറക്കേണ്ടത് ആരല്ല? ഈ കബർ കുത്തുന്ന ആൾക്കാരല്ല. അത് നമ്മളാണ്. വലിയൊരു പണിയൊന്നുമല്ല. ഇതൊക്കെ ഒരു വലിയ പണിയായിട്ട് നിനക്ക് ഈ ആൾക്കാർക്ക് ചെയ്യാൻ കഴിയും നമ്മൾ വെറുതെ വിചാരിക്കുക. ഓനോട് ഇറക്കിയാൽ അത്ര പണി എതിരുള്ളൂ. ഇത് ആർക്കും ഇവിടെ ഇറക്കിവിടുത്തോളണ്ടായാലും. അപ്പൊ അതൊന്നും ഒരു വലിയ പങ്കയുടെ നേരത്തെ പറഞ്ഞാൽ ഒന്നും പഠിക്കണ്ട, ഞാൻ വീടുകാരും പഠിക്കണ്ട. ഇത് നമ്മളാണ് ഇറക്കേണ്ടത്. അപ്പൊ ഇനി നിങ്ങളെ മയ്യത്ത് കുട്ടികളുടെ കുടുംബത്തിന് മയ്യത്ത് കുടിക്കേണ്ടതല്ല, ഓരോരോ മാറിക്കൊണ്ട് നിങ്ങൾ ഇറക്കിക്കോളൂ. ഒരാൾക്ക് നിന്നോട്ടെ, ഓരോ പൈസ കൊടുക്കാം. പക്ഷെ നമ്മുടെ നമ്മുടെ ഉമ്മന്റെ മുഖം ബലി ശരിയാക്കി വെക്കുക, ഒരൈമ തൊടുക. മനസ്സിലായോ? ജീവിച്ചിരിക്കും നമ്മളമ്മാരൊന്നും വേറെ തൊടിക്കൂല അല്ലേ? അപ്പൊ മരിച്ചത് നമ്മൾ വേറെ തൊടിക്കണം. പിന്നെ വേറെ പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ ഏറ്റവും അടുത്ത കുടുംബക്കാരാണ്, ഏറ്റവും അടുത്തവരാണ് എന്ത് ചെയ്യേണ്ടത്? ഖബറിലേക്ക് ഈ മയ്യത്ത് ഇറക്കി വെക്കേണ്ടത്. ഇനി ഒരാൾക്ക് നമ്മൾ ഖബർ കുത്തി കൊടുത്താൽ ഖിയാമത്ത് നാൾ വരെ വീടുണ്ടാക്കി കൊടുത്താൽ, ഒരു പുതിയ വീടുണ്ടാക്കി കൊടുത്ത കൂലിയാണ് ആക്കുന്നത് ഒരു ഖബർ. അപ്പോ അതും നമ്മളെന്തല്ല, അതൊരു ടീമിനെ ഏൽപ്പിച്ച പോലല്ലേ നമുക്ക് പറ്റി നമുക്ക് ചെയ്യാം. ഇപ്പൊ സൗകര്യം എങ്ങനെയാണെങ്കിലും അതിന്റെ പൈസ നമ്മൾ കൊടുത്താൽ എന്തായി? ഖിയാമത്ത് നാൾ വരെ വീടുണ്ടാക്കി കൊടുത്ത പ്രതിഫലം. ഒരാൾക്ക് കഫപ്പുടവ് കൊടുത്താൽ ഖിയാമത്ത് നാൾ വരെ പുതുവസ്ത്രം കൊടുത്ത കൂലിയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് പുണ്യം നമുക്ക് ഈ മരണവുമായി ബന്ധപ്പെട്ട് ഒരാളുടെ രീതിയിൽ നമുക്ക് നേടിയെടുക്കാൻ. അപ്പൊ അതൊക്കെ നമ്മള് ഈ പുണ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇതിന് ഇടപെടേണ്ടതുപോലെ ഇടപെട്ട് ചെയ്യാൻ നമുക്ക് കഴിയും. പിന്നെ ആ ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ എന്താ ചെയ്യേണ്ടത്? ബിസ്മില്ലാഹി വഅലാ റസൂലില്ലാഹി എന്ന് പറഞ്ഞാൽ ഖബറിലേക്ക് ഇറക്കി വെക്കും. പിന്നെ അവിടെ നമ്മൾ ചെല്ലേണ്ടത് എന്താണ്? തസ്ബീഹ്. അവിടെ എന്ത് ചെയ്യും? കുറച്ചാൽ കഴിയുമ്പത്തിന് എന്നിട്ട് ഒരാൾ വന്നിരുന്നിട്ട് ഇജാദ് ചെയ്യും. ചില ആൾക്കാർ ചെയ്യും, ചില ആളുകള് പിന്നെ ഉള്ളില് എയ്ത്ത് ചെയ്യും. അത് കൊണ്ടിട്ട് ചില ആൾക്കാര് മൊബൈൽ പൊക്കിട്ട് കൊടുക്കും ഉത്തരവേ പറഞ്ഞു കൊടുക്കാൻ. അപ്പോ അങ്ങനെ ഷീട്ടൊക്കെ വെച്ചിട്ട് അതിലൊക്കെ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യാം, എന്നിട്ട് അത് ചെയ്യാം. അതിങ്ങനെ
ഇയാളിങ്ങനെ നോക്കിട്ട് മൻ റബ്ബുക ഇങ്ങനെ പറയുന്ന വിചാരം അല്ലേ? ഇങ്ങനെ ഉണ്ടാവും. അപ്പോ ശരിക്കും അവിടെ നമ്മൾ തസ്ബീഹ് ചെല്ലാൻ പറയും. അവിടെ തൽക്കീനാണ് ഏത് മൊല്ലാക്ക ചെല്ലികളും അല്ലെ ഉസ്താദ് ചെല്ലുകയും ഉസ്താദ് എന്നിട്ട് പറയുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരോട് പറയാ? നമ്മളെ തസ്ബീഹ് ഒക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരും ഒച്ചണ്ടാക്കാൻ ചെയ്തിട്ട് എന്നിട്ട് പറയുന്നത് പുല്ലു നഫ്സിൻ ദായിഖത്തുൽ, എല്ലാവരും മരിക്കൂട്ടോ. ഇയാളോട് പറയാം പുനർജന്മ നാളിൽ മനുഷ്യന്റെ കർമ്മത്തിന്റെ ഫലം പൂർണ്ണമായി നൽകിട്ടോ. ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ ചെയ്തോ അവർ വിജയിച്ചു. എന്നിട്ട് ആരോട് പറയാനത് ദുനിയാവ് എന്ന് പറഞ്ഞാൽ വഞ്ചിക്കണ ചരക്കാണിട്ടോ. ആരോട്? എന്നിട്ട് പറഞ്ഞ അതിനകത്ത് രണ്ട് മലക്ക് വരും. എന്നിട്ട് ചോദിക്കുമ്പോൾ റബ്ബുക റബ്ബ് അല്ലാഹ് എന്ന് പറഞ്ഞു. നബി കിബിലയാണ് കഅബ എന്ന് പറഞ്ഞു. ഇതിലെ ഇമാം ഷാഫി ഹനഫി എന്ന് പറഞ്ഞ ഉസ്താദ് പറഞ്ഞു ഖുർആൻ ഇമാമി എന്ന് പറഞ്ഞോണ്ടിരിക്കും. ഇത് മനസ്സിലായില്ലേ? ഖുർആൻ ഇമാമി എന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞു? എന്നിട്ട് ഈ ഉസ്താദിന് പൈസയും എന്തിന് തഹ്കീം ചെയ്യുന്നതിന് ദ്വാരത്തിന് ഇമാമിന് ഇതൊക്കെ ആരാ നിൽക്കേണ്ടത്? മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം. അവിടെ നമ്മോട് പറഞ്ഞ തസ്ബീഹ് ചെല്ലാനാണ്. അത് ഏത് രൂപത്തിലും ചെല്ലാം. അതിൽ പിൽക്കാലത്ത് പണ്ഡിതന്മാര് നൽകിയ രൂപമാണ് നമ്മൾ ചെല്ലി വരുന്ന അല്ലാഹുവേ ചോദ്യം ചെയ്യും വിധത്തിൽ ധൈര്യം നൽകണമേ. അല്ലാഹുവേ ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണമേ. അല്ലാഹുവേ ഇതിന്റെ കബറ് നീ വിശാലമാക്കി കൊടുക്കണമേ. അല്ലാഹുവേ ഇദ്ദേഹത്തോട് കരുണ കാണിക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യണമേ. സകല പരിഭ്രമത്തിനും ഇദ്ദേഹത്തെ നിർഭയനാക്കണേ എന്നിങ്ങനെ അവിടെ നിന്ന് ഒരു ഒട്ടകത്തിനകത്ത് വാരുന്നത്ര സമയം ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുക? തസ്ബീഹ് ചെല്ലുക എന്നതാണ് അതിന്റെ രൂപം. അപ്പൊ അങ്ങനെ ആ തസ്ബീഹ് ചെല്ലുക അത് നമ്മൾ ഒരാൾ ചെല്ലി കൊടുക്കുക മറ്റൊരാൾ കൂടി പിന്നെ ചെല്ലുക എന്നുള്ള ഒരു മുദ്രാവാക്യം ഉള്ള രീതിയല്ല. നമ്മൾ എല്ലാവരും കൂടി ചെല്ലുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനെന്താ ചില ആൾക്കാർ ഒന്ന് ചെല്ലി എന്നിട്ട് പിന്നെ മറ്റു കാത്തിക്കണ്ട അയാൾ പിന്നെ നമ്മൾ പിന്നെ തെറ്റിക്കലൊക്കെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ പിന്നെ അങ്ങനെ അപ്പൊ എല്ലാവരും ചെല്ലിക്കോളും. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് രണ്ടാമത് കാത്തിക്കുമ്പോഴാണ് പിന്നെ എന്ത് ചെയ്യുക? ഒരു കാത്തിക്കുക. അതിന് പകരം നമ്മൾ നിർത്തണ്ട. അപ്പോൾ നിർത്തൂല. അപ്പൊ എല്ലാവരും തസ്ബീഹ് അങ്ങോട്ട് ചെല്ലും. അങ്ങനെയാണ് തസ്ബീഹ് ചെല്ലും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ തസ്ബീഹ് നമ്മുടെ ഈ കബറിലെ ഈ കല്ല് മീസാൻ കല്ല് 756 മീസാൻ കല്ലാണ് വെക്കാൻ പറ്റുന്നത് കേട്ടോ. ഇത് അതുപോലെ തന്നെ കുഞ്ഞാത്തുമ്മ ഇത്ര വയസ്സുകാരെ എഴുതിയേക്കാൻ സമ്മതിക്കരുത്. അത് കബറിങ്ങളിൽ ഈ മീസാങ്കല്ല് വെക്കണതോ എഴുതി വെക്കണമെന്ന് ചോദിച്ചാൽ അപ്പൊ നിങ്ങളുടെ വാപ്പന്റെ അമ്മന്റെ കബറിൽ ഇപ്പൊ മീസാങ്കല്ലിൽ പോയിട്ട് പറിച്ചാൽ കിട്ടുന്നതാണ്. അവനാന്റെ വാപ്പന്റെ പറിച്ച് ഭാര്യ വെക്കൂല, വേറെ ഉള്ളത് പറിച്ചാൽ പോണ്ട. നമ്മൾക്ക് കിട്ടാക്കി കളി അങ്ങനെ ഒരു മീസാങ്കല്ലില്ല. ശരി. ഇപ്പോ അതേപോലെ തന്നെ നമ്മുടെ ഈ മീസാങ്കല്ലില്ല മാത്രമല്ല നമ്മുടെ ഈ എന്താ പറയാ കള്ളിക്കൊമ്പും മൈലാഞ്ചി കൊമ്പും കൂട്ട് അതുമില്ല. അപ്പൊ മക്കയിലും അതിന്റെ ഒരൊറ്റ കൊമ്പുമില്ല. അവിടെ നമ്മളെല്ലാവരും പോണല്ലോ ഒരു കൊമ്പ് അവിടെയും കുത്തല്ലോ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഇല്ല കേട്ടോ. ഒക്കെ നമ്മൾ മനസ്സിലാക്കി അത് വേണ്ടാന്നാണ് ഈ കബറുത്തനാ വെക്കുമ്പോഴേ അത് വേണ്ട. മൂത്ത മകനെ കൈ കൊടുക്കി മറ്റേ ഇതൊക്കെ നമ്മൾ വെറുതെ ഒരു പ്രവേശനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയും അങ്ങനെ ഇല്ലാത്തതൊക്കെ ഒഴിവാക്കി ഉള്ളതുപോലെ ചെയ്യാറുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ മീസാങ്കല്ല് വരുമ്പോഴേക്ക് ഇഷ്ടോ വലിയൊരു കല്ല് 756 എഴുതാത്താണെങ്കിലും അങ്ങനത്തെ ഒരു കല്ല് വേണ്ട. അപ്പൊ അവിടെ ഈ പള്ളിയിൽ കാണുന്ന ഈ കല്ല് വേണ്ട. സാധാരണ ഒരു ചെറിയ നമ്മുടെ ഉള്ള ഒരു പിന്നെ കല്ല് അല്ലെങ്കിൽ ഒരു മാർബിളിന്റെ മറ്റെന്താ പിന്നെ സ്ലാബിന്റെ ഒരു ചെറിയ സാധനം ഉണ്ടാകും. ഒരു പേര് ഇടാൻ പറ്റാത്ത ഒരു കല്ല് കേട്ടോ. പിന്നെ നമ്മുടെ മക്കളുടെ മൊബൈൽ പോലത്തെ ഒരു കല്ലാണ് ഇത്, ചെറിയൊരു കല്ലാണ്. അപ്പൊ അത്ര ആവശ്യമുള്ളത് ഇതൊരു നമ്മുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ മരിച്ചാലുള്ള ദുഃഖാചരണമാണ്. നിങ്ങൾക്കറിയാലോ യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കസബിൽ അഖ്ബാരി വറുഹ്ബാൻ ലയകുലുന അംവാൽ നാസ് ബിൽ ബാത്തിൽ
വയസുദ്ദൂന അൻ സബീലില്ല എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളെ പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിൽപ്പെട്ട ധാരാളം പേർ എന്ത് ചെയ്യുന്നു, ജനങ്ങളെ മുതല് അന്യായമായി തിന്നുകയും അള്ളാന്റെ മാർഗത്തിൽ അവർ നിങ്ങളെ തടയുകയും ചെയ്തു. അതുകൊണ്ട് ഖുർആനിൽ പറയുന്നത് നമുക്ക് ഈ ആയത്ത് മറിച്ചെടുക്കാൻ പറ്റുന്നു. എത്രാമത്തെ ആയത്ത്? 9-ാമത്തെ അധ്യായം സൂറത്തുൽ തൗബ 34-ാമത്തെ ആയത്ത്. വിശ്വാസികളെ എന്ന് നമ്മളെ വിളിക്കണം. എന്നിട്ട് ആരെ കരുതിക്കൊള്ളി? റോഡിലൂടെ MDM അടിച്ച് നടക്കുന്ന കരുതിക്കൊള്ളി നല്ല പറയുക, കണ്ടുപിടിച്ചപ്പോൾ കരുതിക്കൊള്ളി നല്ല പറയുക. ആരെ കരുതിക്കൊള്ളിനാണ്? ഭൂരിപക്ഷം ഉസ്താദുമാരും സഹീർ എന്ന കുറച്ചെങ്കിലും അറിയാം. ധാരാളം ഉസ്താദുമാർ, പുരോഹിതന്മാർ, ക്രിസ്ത്യൻ പാതിരിമാർ, ഇടവകയിലും അല്ല് നമ്മൾ തങ്ങളൊക്കെ വരില്ലേ, അച്ഛൻ വരാതെ മയ്യത്തെടുക്കില്ല. ഇങ്ങനെ ഭൂരിപക്ഷം ഉസ്താദുമാരും പാതിരിമാരും സന്യാസിമാർക്കിട്ട് ഭൂരിഭാഗവും ജനങ്ങളെ മുതൽ അന്യായമായി തിന്നു. അതുകൊണ്ട് ആരെ കരുതണം? ഉസ്താദുമായിൽപ്പെട്ട പോരാ, തിന്ന മാത്രല്ല, പിന്നെ അള്ളാന്റെ മാർഗത്തിൽ അവർ നിങ്ങൾ തടയും. അള്ളാന്റെ മാർഗം എന്താണ്? നേരെ ഏറ്റവും പ്രവർത്തനാഥനോട് അവരോട് പ്രാർത്ഥനയും ഇവിടെ തന്നാടി ഞങ്ങൾക്ക് വേണം. 27,000 കേട്ടോ മീറാജിന്റെ ബറാത്തിലാവൊക്കെ അന്നൊരു ഉസ്താദ് കുടുങ്ങി. കാരണം എന്താ, എല്ലാവർക്കും അവർക്ക് വരുന്ന മറ്റേ അപ്പും ഇതൊക്കെ ആയിട്ട് പൈസയായിട്ട് അങ്ങനെ എല്ലാവർക്കും വേറെക്കാൻ ഉസ്താദ് ചെയ്തു. നിങ്ങളെല്ലാവരും നിങ്ങളെ വാപ്പാരെ കപ്പലിട്ട് പൈസ തന്നാല് ഞാൻ പറഞ്ഞു വേറെ ആമി പറഞ്ഞു അല്ലാതെ കാട്ടിൽ തെറ്റും ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമല്ല. നമ്മൾക്ക് എന്ന് വേണമെങ്കിൽ നമ്മുടെ ബാപ്പക്കും കബറിനും പോയിട്ട് അല്ലാതെ ഒക്കെ പ്രാർത്ഥിക്കാം. അല്ലാതെ ഉസ്താദിന് ഒരു 500 രൂപ കൊടുക്കണ്ട, വേറെ ഉസ്താദിനെ പട്ടിയാക്കണ്ട, വേറെ കൊടുത്തുകൂടി നിങ്ങളെ വാപ്പ് ദ്വാരക്കാനും ഇതിനൊന്നും പൈസ നിങ്ങൾ കൊടുക്കരുത്. അത് നമ്മളെ പ്രാർത്ഥനയാണ്. അതാണ് വലതും സ്വാലിഹുൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. ആ മക്കളാണ് നമുക്ക് അവരാണ് നമുക്ക് അതൊരു വല്ലാത്ത മധുരമാണ്. എന്തായാലും മരിച്ചിട്ട് നമ്മുടെ പലതും വലിയ പുണ്യം കാണുന്നത് എന്താന്ന് വെക്കും, എന്റെ മക്കളെ ദുആണ് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു വലിയ നിധി കിട്ടാൻ നമ്മളെ മക്കളെ പ്രാപ്തരാക്കണം. ഓക്കെ, ആ ഭാഗം നമ്മൾ അങ്ങനെ മനസ്സിലാക്കി. ഈ ദുഃഖാചരണം മരിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 3 ദിവസമാണ് ചെയ്യേണ്ടത്. ദുഃഖം അല്ലേ, 3 ദിവസം. ആ 3 ദിവസത്തില് നമ്മൾ കുറെ പലഹാരവും അലുവരെ കെട്ടുമായിട്ട് പോവല്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ജാഫർ ഇബ്നു അബീ താലിബ് മരിച്ചപ്പോ, ആ മരിച്ച സമയത്ത് തന്നെ റസൂൽ എത്തിയപ്പോ അയൽവാസികളൊക്കെ മരിച്ചപ്പോ ഓടി വന്നു. കാരണം മരിച്ചാൽ ആദ്യം വരുന്നവരാണ്. ഇപ്പൊ അങ്ങനെ വരുമെന്നറിയില്ല. ഇപ്പൊ ഫ്ലാറ്റും മറ്റു വേലി ആയതുകൊണ്ട് മണത്തിനും അറിയാതെ പോലീസിനൊക്കെ വിവരം കൊടുത്തിട്ടൊക്കെ അറിയിക്കുന്ന സംഭവം ഉണ്ട്. എന്തായാലും മരിച്ചാൽ ആദ്യം എത്തൽ അയൽവാസികൾ. അങ്ങനെ അയൽവാസികൾ എത്തിയപ്പോൾ റസൂൽ പറഞ്ഞു, ഈ അയൽവാസികളൊന്നും ജാഫർ ഇബ്നു അബീ താലിബിന്റെ മരിച്ചപ്പോ അയൽവാസികളോട് അയൽവാസികളെ നിങ്ങൾ ജാഫറിന്റെ വീട്ടുകാർക്ക് ഭക്ഷണം ആക്കി കൊടുക്കും. അവർ വിഷമത്തിലും ദുഃഖത്തിലുമാണ്. നാളെ നിങ്ങളെ വീട്ടിൽ മരിക്കുമ്പോൾ ഇവർ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അയൽവാസികളാണ് ആരെ തീറ്റിക്കേണ്ടത്. അല്ലാതെ അവിടെ ബിരിയാണി വെച്ചിട്ട് അച്ചാറും ബിരിയാണി കഴിച്ച് ഒരു കല്യാണത്തിന്റെ പ്രതിനിധി ഉണ്ടാക്കി എന്നിട്ട് ഈ മരിച്ച ഈ ദുഃഖാചരിക്കുന്ന അമ്മ മക്കള് അവർക്ക് ബിരിയാണി കണ്ട് കഴിച്ചിട്ട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മളോട് ചോദിക്കുന്ന അവസ്ഥയ്ക്ക് അവിടെ പോയിട്ട് തട്ടാൻ നിൽക്കരുത്. മാത്രമല്ല അവിടെ നമ്മൾ ചായ കുടിക്കുക, അവരെ നമ്മൾ ഭക്ഷിപ്പിക്കുക, അയൽവാസികളൊക്കെ ഭക്ഷിപ്പിക്കുക എന്നല്ലാതെ വേറെ ഒന്നും നമ്മൾ എന്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ നമ്മൾ ചായ കൊടുക്കുക, അവിടെ എന്താണോ ചായ ചെയ്ത് അവരെ സന്ദർശിക്കുക, അവരെ ആശ്വസിപ്പിക്കുക എന്നത് സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മരിച്ച വീട്ടിൽ 3 ദിവസം നമ്മൾ പോവുകയും അവരെ ആശ്വസിക്കുക എന്നത് സുന്നത്ത് നമ്മൾ പാലിക്കണം. പക്ഷെ അവിടെ നിന്ന് മറ്റൊരു രീതിയില് 60, 40, 90 ആണ്ടും ഒന്നും ഇസ്ലാമിലുണ്ടോ ഇല്ല, അതൊന്നും പാടില്ല എന്നതും നമ്മൾ കൊടുത്ത് മനസ്സിലാക്കുക. ഭർത്താവ് മരിച്ച ഭാര്യയാണെങ്കിൽ ഇദ്ദേഹത്തെ സമയത്ത് 4 മാസവും 10 ദിവസമാണ്. എന്നാൽ ഗർഭിണ സ്ത്രീ ആണെങ്കിലോ, ഇപ്പൊ ഭർത്താവ് ഇന്ന് മരിച്ചു, നാളെ ഭാര്യ പ്രസവിച്ചു, പിന്നെന്ത് വേണ്ട? ഇദ്ദ വേണ്ട. മനസ്സിലായി? ഈ ഭർത്താവ് മരിച്ചു 10 മാസം ഉണ്ട്. ആ 10 മാസം എന്താണ്? ഇദ്ദയ്ക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. എന്ത് വെള്ളം ഇടണോ, വേറെ കാണാൻ പറ്റുമോ, അതായത് ഒരു ഇരുട്ട റൂമിൽ ഇരിക്കണോ, ഇതൊന്നുമില്ല.
ഇന്ന സമയത്ത് നബിസാസ്മരത്തേക്ക് ഒരു പെണ്ണ് വരികയാണ്. എന്റെ ഭർത്താവ് മരിച്ചു, എനിക്ക് 4 കുട്ടികളുണ്ട്, എന്റെ കുട്ടികൾ പട്ടികകൾ, എനിക്ക് ജോലി ചെയ്യാൻ അറിയാം, ഞാൻ എന്താ ചെയ്യുന്നത്? റസൂൽ പറഞ്ഞതാ, നീ അടക്കത്തോടും ഒതുക്കത്തോടും കൂടി ആഭരണം അണിയാതെ അത്ര ഉപയോഗിക്കാതെ നീ എന്തിനോ ജോലിക്ക് പോയിക്കുന്നത്. അപ്പോ ഇരിക്കുന്ന പെണ്ണിന് അനിവാര്യമാണെങ്കിൽ എന്ത് ചെയ്യാം? ജോലിക്ക് പോകാം, ആശുപത്രി പോകാം, രോഗിയെ സന്ദർശിക്കാൻ പോകാം, കല്യാണത്തിന് പോകാം. പക്ഷെ എന്ത് വേണം? ആഭരണം അണിയാൻ പാടില്ല, അത്ര ഉപയോഗിക്കാൻ പാടില്ല. അല്ലാതെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മുറിയിൽ ഇരുന്നിട്ട് അതിനൊരു മാനസിക രോഗമായ അവസ്ഥയിൽ ഇരുത്തേണ്ടതില്ല. അങ്ങനെ ഹോട്ടലിൽ അവിടെ കാണാൻ പുറത്ത് മറ്റേ അങ്ങനെയൊന്നും പറയാം കേട്ടോ. പിന്നെ മരിച്ചത് കാണുന്നത് ജീവിച്ചിരിക്കുമ്പോൾ കാണും പോലെ. ജീവിച്ചിരിക്കുമ്പോൾ ആൾക്കാർക്ക് കാണാൻ പറ്റുമോ? അതിനാണ് മയ്യത്ത് കാണാൻ പറ്റുള്ളത്. അതായത് വേറെ പ്രത്യേക ഇതൊന്നും ഇല്ല. ഒരാള് ഒരു അമുസ്ലിമായ ഒരു സഹോദരൻ നമ്മളെ മയ്യത്ത് കണ്ടു അല്ല, എന്നും നമ്മളെ കാണുന്ന ഒരു അനുജനായ അവിടുത്തെ ഒരു അമ്മ, നിങ്ങളൊന്ന് കാണണം, കണ്ടോട്ടെ, അതിനൊരു തെറ്റുമില്ല. എന്നാ എല്ലാവർക്കും പെണ്ണ് മരിച്ചാൽ എല്ലാ ആണുങ്ങളും എന്ത് ചെയ്യണ്ട? വന്നിട്ട് ഈ മയ്യത്ത് കാണേണ്ടതുമില്ല, ആ മയ്യത്ത് നിസ്കരിച്ചാൽ മതി. അവിടെ ഒരു തിക്കും തിരക്കും ഉണ്ടാക്കാൻ പോകേണ്ട. ഒരു പെണ്ണ് മരിച്ചാൽ ആണുങ്ങൾ എല്ലാവരും കൂടി, ഒരു ആണ് മരിച്ചാൽ തിരിച്ച് പെണ്ണുങ്ങളും വേണ്ട. എന്നാൽ അങ്ങോട്ടും കൂടെ കണ്ടുപോയ കാണുന്നതിന് എന്തില്ല, വിരോധമല്ല. ക്ലിയറല്ലേ? ജീവിച്ചിരിക്കുമ്പോൾ അതുപോലെ തന്നെയാണ് മനുഷ്യൻ. ഓക്കെ, ഏകദേശം കാര്യമുണ്ടാവും, മനസ്സിലായി? ശരിയല്ലേ? അപ്പോ ഇനി നിങ്ങൾക്ക് നേരെ എന്തെങ്കിലും സംശയം ചോദിച്ചു. പൊതു ഭർത്താവ് ഭാര്യനെ തൊട്ടാൽ, ഭാര്യ ഭർത്താവ് തൊട്ടാൽ പൊതു മുറിയോ? ഇല്ല അല്ലേ? അപ്പോ അന്ന് മാത്രമല്ല, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹനഫിയും ഷാഫിയും തമ്മിലൊരു പ്രശ്നം അല്ലെ? അവര് പിന്നെ എന്താ പറയാ, ഷാഫി മതപ്രകാരം ഭാര്യ ഭർത്താവ് തൊട്ടുള്ളത് പൊതു മുറിയും, ഹനഫി മതപ്രകാരം പൊതു മുറിയും. അപ്പൊ ചെയ്യും ഷാഫിയാക്കളെ അച്ഛനും മുമ്പ് പോകുമ്പോ ഹനഫിക്ക് മാറില്ല, അപ്പൊ പൊതു മുറിയില്ല. അവിടെ ഭാര്യ ഭർത്താവ് എല്ലാവരും കൂടാതെ തവാഫ് പൊതുവിന്റെ ചെയ്യട്ടെ, പൊതു മുറിഞ്ഞാൽ ചെയ്യാം, പിന്നെ ഒരു ബാക്കി തവാഫ് പൂർത്തിയാക്കട്ടെ. അപ്പൊ അവിടെ ലോകത്തിൽ എല്ലാവരും തമ്മിൽ കൂടാതെ എന്ത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അനഫിക്ക് മാർഗം കൂടിയില്ല. എന്നാൽ നമ്മൾ എന്താ ചെയ്തത്? നബിസാസ്മ എന്താ ചെയ്തത്? റസൂലുള്ള ഭാര്യയുടെ കാല് മാറ്റി വെച്ച് ശുദ്ധി ചെയ്തിട്ടില്ല, ഒന്നും കൊടുത്തില്ല. അപ്പൊ ഭർത്താവിന് രോഗിയായി കിടപ്പോ ആരെ ഒന്നും കൊടുത്തു കൊടുക്കേണ്ടി? ഒന്നും മുറിയാതെ നമുക്ക് കൊടുക്കാൻ കഴിയും. മയ്യത്ത് കൊടുക്കേണ്ടത് ആരാന്ന് പറഞ്ഞേ, അവിടെ എന്ത് ചെയ്യണം? ഒതു കൊടുത്തു കൊടുക്കാൻ. ഇത് തൊട്ടാൻ മുറിക്ക് പിടിക്കാൻ കഴിയില്ല. ഭർത്താവിന് ഭാര്യക്ക് ഒന്നും കൊടുക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഒന്നും മുറിയില്ല. അപ്പൊ ഈ പെണ്ണുങ്ങളെ നിങ്ങൾ വിട്ടേക്കാട്ടോ, ഞാൻ ഒതുകൊടുത്തേ എന്നെ തുടരുന്നതിന് പറയാൻ കേട്ടാണ്. നിങ്ങൾ തൊട്ടാൽ എന്ത് ചെയ്യാം? ഒതു മുറിയില്ല. മാത്രം റസൂൽ സുബൈക്ക് പള്ളിയിൽ പോകുമ്പോ ഭാര്യക്ക് ഒരു ഒതു എടുത്ത് സുന്ദരിസ്കരിച്ചാ പോവാ. ഒതു എടുത്ത് സുബൈക്ക് സുന്ദരിസ്കരിച്ച് പള്ളിയിൽ പോകുമ്പോഴേ ഭാര്യക്ക് ഒരു ഉമ്മ കൊടുത്തിട്ടാണ് റസൂൽ പോയത്. എന്നിട്ട് എന്ത് ചെയ്തിട്ടില്ല? ഒതു കൊടുത്തിട്ടില്ല. ക്ലിയറായോ? ഇനി എന്താ വേഗം ചോദി. അതായത് ശരിക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എന്ത്, നമ്മൾ രോഗിയായി കിടക്കുമ്പോഴാണ് നഖം വെട്ടി കൊടുക്കും, കക്ഷം പഠിച്ചു കൊടുക്കേണ്ടതും ഒക്കെ മീശ വെട്ടി കൊടുക്കണം. എന്നാൽ മയ്യത്തിൻ്റെത് ഒരു മീശ ഇങ്ങനെ വല്ലാതെ നീണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ മീശ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടി കൊടുക്കാം. അല്ലാതെ ഒന്നായിട്ട് കക്ഷം പഠിക്കുകയും നഖം മുറിക്കുകയൊന്നും ചെയ്യേണ്ടതില്ല. മീശ നീണ്ടാല് മയ്യത്തിന്റെ എന്ത് ചെയ്യാം? വെട്ടി കൊടുക്കാം. അങ്ങനെ വെക്കണം ചേർന്ന് നമുക്ക് ഇതിലേക്ക് നേരെ കിട്ടാൻ നമുക്ക് വെക്കാം. അല്ലാതെ നമുക്ക് ഇതിലേക്ക് നേരെ കിടക്കുക. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തുള്ള എല്ലാവരും കഅബ തവാഫ് ചെയ്യും പോലെയാണ് മുസ്ലിങ്ങൾ കിടക്കുന്നത്. മനസ്സിലായി? ലോകത്തിലെല്ലാ മുസ്ലിങ്ങളും ഇതിലേക്ക് നേരെ നമ്മൾ വെച്ച പോലെ എല്ലാ മുസ്ലിങ്ങളും തവാഫ് ചെയ്യുന്നത് പോലെയാണ് ചെയ്യുന്നത് കബറിലും കിടക്കുന്നത്. ആ രീതിയിൽ വെക്കുക. ഓക്കെ, 3 പിടി മണ്ണിടണം. 3 പിടി മണ്ണ് എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ 3 പിടി മണ്ണിടുക എന്നുള്ളത് സുന്നത്താണ്. അവിടെ പ്രാർത്ഥനയില്ല. ഒന്നാമത്തെ പിടിയിൽ മിൻഹാ ഖലഖനാകും, നിങ്ങളെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. വഫിഹാ
നുഴയിരിക്കും, നിങ്ങളെ മണ്ണിലേക്ക് എന്നെ മടക്കി, ഈ മണ്ണിൽ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നത് ചൊല്ലേണ്ടതില്ല. എന്നാൽ മൂലൂരി മണ്ണിടുക എന്നുള്ളത് സുന്നത്ത്. അശുദ്ധിന്റെ സ്ത്രീകൾക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റും. മയ്യത്ത് ഇമാമിക്കേണ്ടത് ആരാണ്? നല്ല ചോദ്യമാണ് ഇത്. മയ്യത്ത് ഇമാമിക്കേണ്ടത് ഏറ്റവും സാധാരണ ഇമാമിക്കേണ്ട ആരാണ്? ഏറ്റവും അറിവുള്ള ഹാഫിദായ ഇമാമാണ്. നമ്മുടെ പള്ളിയിലെ ഇമാമാണ് മയ്യത്തിനും ഇമാമിക്കേണ്ടത്. മനസ്സിലായി? നമ്മുടെ മകന് ആ ഒരു അറിവും ഇൽമും ഉണ്ടെങ്കിൽ ആ മകനാണ് നിൽക്കേണ്ടത്. ഇങ്ങനെ എന്നാൽ ശരിക്കും ഇമാം നിൽക്കണമെന്നല്ല. പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ, പെൺമക്കളെ കുളിപ്പിക്കുക, നമ്മൾ സഹായിച്ചു കൊടുക്കുക. നേരത്തെ ക്ലാസ് പറഞ്ഞില്ലേ കുളിപ്പിക്കുന്ന രൂപത്തിൽ അവിടെ നമുക്ക് സഹായിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, അവരോട് ചെയ്യിപ്പിക്കുക. റസൂലുള്ള പിന്നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മുടി 3 പറഞ്ഞാല് ഇങ്ങനെ ചെയ്തോളി എന്നൊക്കെ. ഇതേപോലെ നമുക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. അതായത് കുളിപ്പിക്കേണ്ടത് ആൺമക്കളാണ്. ഇനി അവരിതൊക്കെ കാണുകയും കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അത് ഏറ്റവും ആണുങ്ങളും ഭാര്യ ഭർത്താവ് അല്ലാത്തത് ആണുങ്ങൾ പെണ്ണുങ്ങളാണ് കുളിപ്പിക്കുന്നത്. ഞാൻ നമ്മളെ മയ്യത്തോടെ കുളിപ്പിക്കുക, ഇതൊന്നും എന്തില്ല, അതൊരു പരസ്യമായി പറയാൻ പറ്റിയ സാധനമല്ല. അങ്ങനെ ചെയ്താൽ ഒരു തെറ്റല്ല. ഇതൊരു നോർമലി രീതിയിലാണ് നമ്മളിപ്പോ പറഞ്ഞത്. എന്നാൽ നമ്മളിപ്പോ അനിവാര്യമായ ഘട്ടത്തിൽ നമ്മളമ്മനെ ഇത് വേറെ ആരും ഇല്ല, പെൺമക്കളില്ല, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളമ്മനെ വേറെ പെണ്ണിനല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ ഒക്കെ നമ്മൾക്ക് കൂടി സഹകരിച്ച് കൊടുക്കാന്നാണ് സാധാരണ പറയാറുള്ളതാണ്. ഞാനും പറഞ്ഞത് ഇങ്ങനെ വളരെ മുറിച്ച് ചോദിച്ചൊന്നും തീരും, കുറച്ചുകൂടെ മുറിച്ച് പറയേണ്ടി വരും. ശരിക്കും എന്താ വേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ശരിയായ മറുപടി എന്താ? പെണ്ണുങ്ങളാണ് ഉമ്മാന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, പെൺമക്കളാണ്. ആണുങ്ങൾക്ക് ചെയ്യാം, അവരെ സഹായിച്ചു കൊടുക്കാം. പെണ്ണെടുത്ത് കൊടുത്തിട്ടും വേറെ ആവശ്യത്തെ പറഞ്ഞു കൊടുത്തിട്ടൊക്കെ കപ്പുകൂടവോ നിരയിച്ചു കൊടുത്തിട്ടൊക്കെ നമുക്ക്. അതാണ് അതിന്റെ ശരിയായ ഉത്തരം. ഓക്കെ, ഞാൻ കുളിപ്പിച്ചായിരുന്നു നേരത്തെ. വള്ളങ്ങളിൽ മരിച്ചിട്ട് മയ്യത്തുള്ളപ്പോൾ മൗനം പാലിച്ചുകൊണ്ട് പോകണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൗനമായിട്ട് പോകണം. അവിടെ നമ്മൾ ചെയ്യരുത്, ചെയ്യരുത് മറ്റൊന്നുമില്ല. ഇനി ഒന്നുങ്ങളാരും ഞാൻ പറയാൻ വിട്ട് നിങ്ങൾ കുട്ടിയ സാധനം യാസീൻ. യാസീൻ കബറുകൾ തബാറക്ക് യാസീൻ നോക്കണ്ടേ? അത് ഇസ്ലാമിൽ എന്തില്ല. നമ്മ ഒപ്പം ഇരിക്കട്ടോ, 10 മണിക്കൂർ പിരിന്നാണ് വിചാരിച്ചത്. അപ്പം പിരിവ്. പിന്നെ യാസീൻ എന്നുള്ളത് എന്താണ്? മരിച്ചോട് തോന്നാറുള്ളതല്ല കേട്ടോ. അത് യാസീൻ എന്ന് പറഞ്ഞ ആയത്ത് നിങ്ങൾ ഓതുന്നവരെ കാണിച്ചു കൊടുക്കും. അതാ യാസീന്റെ 70ാമത്തെ ആയത്ത്. എന്താ? ഇത് ജീവനുള്ളവർക്കുള്ളതാകുന്നു. ഹയാത്ത് മൗത്തിന്റെ അത്തരം താരുള്ളവരല്ലോ. അവിശ്വാസികൾ ശിഷ്യവാക്യം ന്യായമായി സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇത് മരിച്ചമ്മന്റെ അടുത്ത് നമ്മൾ കണ്ണീരോട് കൂടി ജീവനുള്ളവർക്കുള്ളതാണ്. അപ്പൊ അത് യാസീൻ വെള്ളിയാഴ്ച ബാപ്പന്റെ പേരിൽ യാസീൻ, ഉമ്മന്റെ പേരിൽ യാസീൻ ഒന്നും ഇസ്ലാമികമല്ല. ഇത് അർത്ഥം പഠിച്ചാൽ നമ്മളവിടെ ഓതുന്നില്ല. ഓക്കെ, നമ്മൾ പോണോ? മരണ മയ്യത്തിൽ നിസ്കരിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മൾ കബറിന് പോയി ഡ്രസ്സും നിസ്കരിച്ചിട്ടുണ്ട്. അറിയാലോ, ഇത് അടിച്ചു വാരിയ ആ ഒരു നജാശി രാജാവിന്റെ മയ്യത്ത് ഇതൊക്കെ പറഞ്ഞ് നിസ്കരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ ഇപ്പൊ ഗൾഫിലൊക്കെ മരിച്ചാൽ നമുക്കിവിടെ അല്ലെങ്കിൽ ഇവിടെ മരിച്ചാൽ അവിടെയൊക്കെ നിസ്കരിക്കാമെന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ഒന്ന് നമസ്കരിച്ചാൽ തന്നെ അത് വീടി എന്നുള്ള അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. ശരി, അതിന് നമ്മൾ അങ്ങനെയാണ് ആ കാര്യം മനസ്സിലായി. ചിലപ്പോൾ നമുക്ക് അനിവാര്യമായ ഒരു ഘട്ടം വരുമ്പോഴാണ് ഇതിന്റെ പ്രശ്നം. ഏറ്റവും അടുത്തൊരാൾ മരിക്കുമ്പോഴാണ് ഇതിനൊക്കെ ആവശ്യം.
ക്ലിയറായോ? അപ്പൊ നോർമലി ഒരു നിസ്കാരം കഴിഞ്ഞു ആർക്കും നിസ്കരിക്കാൻ ആ കബറൊക്കെ പോയിട്ട് ഒരാഴ്ച ചെയ്ത് വന്നാലും നമുക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യാം? നിസ്കരിച്ച് നമ്മൾ എന്താണ് ഇപ്പൊ എല്ലാവരും സലാം വീട്ടി കഴിഞ്ഞാൽ നമ്മൾ എത്തി. അപ്പൊ നമ്മളാ തസ്ബീഹിൽ കാത്തിട്ട് എന്ത് ചെയ്യാം? നിങ്ങളെ കുറച്ച് ആൾക്കാർ നിസ്കരിക്കേണ്ടത് അവിടെ തന്നെ എന്ത് ചെയ്യാം? ആ കബറിനെ തന്നെ നിസ്കരിക്കലാണ് ഇതിൽ ഏറ്റവും ഉചിതം. ഓക്കെ, നിങ്ങൾ നിൽക്കാതെ സംശയം ഉണ്ടാക്കണ്ട, അത്യാവശ്യത്തിനാണ്. ആ രണ്ട് രീതിയും ബന്ധമുണ്ട്. രണ്ട് രീതിയുണ്ട്. ചില ആൾക്കാർ ചെയ്യും, ചില പണ്ഡിതന്മാരൊക്കെ എടുത്ത് വലത്തോട്ട് പറഞ്ഞിട്ട് എങ്ങനെ കിട്ടിയാലും അത് കിട്ടിയാൽ മതി. പിന്നെ അവിടെ ഫാത്തിമ പറഞ്ഞ ഉപദേശം എന്താ പറയുക? മരിക്കുമ്പോ ഇങ്ങനെ ടൈറ്റായി കെട്ടൂലേ, ആ കെട്ടുമ്പോ ആ മയ്യത്ത് ഇങ്ങനെ ടൈറ്റായി കാണുമ്പോഴേ ഭയന്നിട്ട് ഫാത്തിമ പറഞ്ഞു എന്റെ മയ്യത്തിന്റെ മുകളിൽ ഒരു വിരി വേണം. ഇതിന് മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആണുങ്ങള് ആ ടൈറ്റായ മയ്യത്ത് കാണാനാണ്. അതുകൊണ്ട് പെണ്ണുങ്ങളെ നല്ലോണം യൂസുകളൊക്കെ ഇട്ടുകൊണ്ട് ജീവിച്ചിരിപ്പാടികളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വിവരം മനസ്സിലാക്കി. അതുകൊണ്ട് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പോലും അത്ര ടൈറ്റായത് ഉണ്ടാവുക കെട്ടിയത് മറ്റൊരു കാണരുത് എന്നാണ് ഫാത്തിമ മരിക്കുന്ന കൊടുത്ത ഉപദേശം. ഇവിടെ അവസാനിച്ചാൽ നിങ്ങൾ തീവില ഇത് തരും, ഇത് തീവില നേരെ പെടുന്നത് നിങ്ങൾ ചോദിക്കും. ഞാൻ നേരെ പെടുന്നത് ആരും പോകരുതല്ലോ. പോകാക്കാണ് ഞാൻ പറഞ്ഞല്ലോ, പൈസ തന്നിട്ട് പോയി ചെയ്യും. നേരത്തെ വന്ന പാട്ടൊന്നും ആയില്ല. ആണോ ചോദിച്ചത്? ഞാൻ എന്താ വേണ്ടല്ലോ? സലാം വിട്ടു. സലാം വിട്ടു അല്ലേ? അതിന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ മതിയോ, വബറകാത്തു എന്ന് പറയണോ? അതേപോലെ തന്നെ ഒരു ഭാഗത്തേക്ക് സലാം വിട്ടിയാൽ മതിയോ? ഇതാണ് ചോദ്യം അല്ലേ? അപ്പൊ അതിന് ശരിക്ക് അസ്സലാമു അലൈക്കും പറഞ്ഞ ഒരു ഭാഗത്തേക്ക് വീട്ടിയാലും മതി, അതൊരു ശരിയാണ്. ഇനി രണ്ട് ഭാഗത്തേക്ക് വീട്ടിയാലും അല്ല, അതൊരു തെറ്റല്ല. ഇപ്പൊ സൗദിയിലൊക്കെ ഒരു ഭാഗത്തേക്കാണ് പോയി, നമ്മുടെ നാട്ടിലൊക്കെ അത് രണ്ടും ശരിയാണ്. എന്നാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, ആ വബറകാത്തു എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോ അതിന് വാശിച്ചല്ല, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ മതി, വബറകാത്തു എന്ന് പറഞ്ഞാൽ തെറ്റല്ല. അതൊരു ഭയങ്കരമായിട്ട് ഈ വബറകാത്തു പറഞ്ഞില്ല, അത് പ്രശ്നമല്ല, അത്രേ അതേ ഉള്ളൂ. ക്ലിയറായല്ലോ? ഇനി നിധിയോ ഓക്കെ, മരിച്ച മറയിൽ വന്നിട്ടാണ് അതിന്റെ മുന്നേ മരിച്ച വീട്ടില് നമ്മള് മൗനം പാലിച്ച് നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാണ്ടെന്നുള്ളത് ആ മയ്യത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ജയിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. വേഗം മയ്യത്തെടുക്കുന്നത്. അവിടെ നമ്മൾ നല്ലതല്ലേ എന്ന് വിചാരിച്ചത് എക്സ്ട്രാ നമ്മളെ വകന്ന് ഫിറ്റ് ചെയ്യാൻ പാടില്ല. ഒരു വിഷയത്തിൽ ഒരാള് സുബൈ നമസ്കാരം നല്ലതല്ലേ എന്ന് വിചാരിച്ച് വ്യായാമമൊക്കെ വേണ്ട സമയത്ത് ഒരു 4 റക്അത്ത് നിസ്കരിച്ചതെന്ന് ഉസ്താദ്, അത് ഫാത്തിഹയല്ലേ സൂറത്തല്ലേ നല്ലതല്ലേ സുജൂദല്ലേ റുക്കൂഅല്ലേ എന്ന് പറയുള്ളൂ. അത് എത്രേ പറ്റുള്ളൂ? 2 പറ്റും. ഇതേപോലെ മരിച്ചോട്ട് എന്തെങ്കിലും നമ്മൾ ആരും അനലൈസ് ചെയ്ത് ചിന്തിച്ച് ഉസ്താദുമാരെ നമ്മൾ ചിന്തിച്ചുണ്ടാക്കേണ്ട ഒരു സാധനമല്ല. കാരണം എന്താ, മുഹമ്മദ് വിശ്വാസത്തിന് മരിച്ചോട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അവിടെ മരിച്ച സ്ഥലത്ത് നിന്ന് പോയിട്ട് ഉറങ്ങിയ ഒരാൾക്ക് ഒരു ഖുർആൻ ഓതുന്നത്, ഒരാൾ ഉറങ്ങി കിടക്കാണ് നമ്മളെ വീട്ടിൽ തന്നെ, ഇപ്പഴത്തെ നമ്മൾ ചെയ്യാൻ പാടില്ല, ഉറക്ക ഖുർആൻ ഓതാൻ പാടില്ല. മനസ്സിലാക്കി? മരിച്ച സ്ഥലത്ത് നമ്മള് ഇങ്ങനെ ഇപ്പൊ മരിച്ചത് 4 ആള് ഖുർആൻ ഓതി ഖുർആൻ ഓതുമ്പോ അതിന്റെ അതവുണ്ട്. അല്ല അത് ശ്രദ്ധിച്ചു, 4 ആള് 4 ഭാഗത്ത് പോകുമ്പോ ഏതാ ശ്രദ്ധിക്കുക? നോർമലി ഒന്ന് തിരിച്ചു നോക്കി, 4 ആള് 4 ഭാഗത്ത് ഒറ്റ ഖുർആൻ ഓതി എന്താവും? നമ്മളൊരു സീഡി ഇട്ടാണ് വരെ അത് ചെയ്യണം, ഒരു കേസറ്റ് ഇട്ടാണ് വരെ അത് ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ഇട്ടാതിനാണ് ഖുർആനോടുള്ള. അതുകൊണ്ട് 4 ആളുകൾ വീട്ടിൽ 4 ഭാഗത്ത് ഖുർആൻ ഓതിയാൽ ആരാ ശ്രദ്ധിക്കുക? അങ്ങനെ ഒരു പരിപാടി റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് മരിച്ച വീട്ടില് നമ്മൾ എന്ത് ചെയ്ത് ഒരു മുസാഫ് ഓതി ഇരിക്കുന്നത് നമുക്ക് സ്വന്തം മനസ്സിലെടുത്ത് പോകാം. അതൊരാൾ കേൾക്കൂല, എന്താ നമ്മൾ ചെയ്യുന്നത് അറിയില്ല. അല്ലാത്ത രീതിയില് ഇത് ഇപ്പൊ നമ്മളോട് റസൂൽ പറഞ്ഞാൽ ഇപ്പൊ തബാറക ആരോടോ പറഞ്ഞത്, മരിക്കും ഓരോ നമ്മൾ ഓതിയാൽ
നമുക്ക് കബർ ശിക്ഷ എഴുതുന്നുണ്ട്. അതിന് വേണ്ടി ഉസ്താദന്മാരെന്ത് ചെയ്യും? കബറിന് വെച്ചിട്ട് പാരം പോകും. അറിയില്ല. നമ്മളെന്ന് ഓതുക, എന്നാൽ കബർ ശിക്ഷ നമുക്ക് ഇളവുണ്ട്. ക്ലിയർ അല്ലേ? ഇതാണ് ഹദീസിലുണ്ട്. അപ്പൊ ഉള്ളത് പോലെ മനസ്സിലാക്കുക. ഇല്ലെങ്കിലോ എല്ലാ വെള്ളിയാഴ്ച പഠിപ്പിക്കണത് മൂടപ്പെട്ട സംഭവത്തിന്റെ വർത്തമാനം വന്നു കഴിഞ്ഞില്ലേ, അന്ന് ചില മുഖം താഴ്മയോട് കൂടിയിരിക്കും. എങ്ങനെ? അമല് ചെയ്ത് ക്ഷീണിച്ചിട്ട്. എങ്ങനെ? ധാരാളം അധ്വാനമായ അമല് ചെയ്തിട്ടുണ്ട്. ആ അമലൊക്കെ എന്താണ്? അയ്യോ അക്ബർക്കും ദീനക്കും ഇസ്ലാമിനുള്ള അയിലില്ല. അയിൽ പെട്ടാണെന്ത്? മൗലീദ്. കഴിക്കണമെന്ന് പറഞ്ഞതാണ് മൗലീദ് കഴിക്കല് മുമ്പ് പതിവില്ലാത്തതാ, ഹിജ്റ 300 ശേഷം വന്നതാ. ആരെ പറഞ്ഞ്? തവ കുഞ്ഞു മുസ്ലിം. എന്തിനാ പറഞ്ഞത്? ഇത് കഴിക്കാനുള്ള തെളിവ് പറഞ്ഞ ഇത് മുമ്പില്ല. അപ്പൊ റസൂൽ പറഞ്ഞതാണ്, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള മുഴുവൻ നരകത്തിൽ കൊടുക്കാനുള്ള സകലം പഠിപ്പിച്ചതാണ് ഞാൻ മരിച്ചു പോകുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് എക്സ്ട്രാ സൈക്കിളിൽ പിറ്റേന്ന് ചൊറുക്കൂട്ട് പോലെ വെയില് കൂട്ടിയാല് എന്ത് ചെയ്യും? ക്ഷീണിച്ച് അപ്പോ അങ്ങനെ ഒരു ഖുർആനോത്ത് നല്ലതല്ലേന്ന് വിചാരിച്ചിട്ട് എക്സ്ട്രാ ഫിറ്റ് ചെയ്യാൻ ഒന്നും രീതി നമുക്ക് നല്ലതാണെങ്കിൽ ആര് പഠിപ്പിക്കും? ഇപ്പൊ സുബൈ തന്നെ രാവിലെ ജോലിക്ക് വരുന്ന മലക്കളും രാത്രി ജോലി കഴിഞ്ഞ് പോകുന്ന മലക്കളും എടുക്കുന്നത് സുബൈസ്കാരൻ. എന്നാ നല്ല മൂന്നരക്കാൽ കഴിച്ചാലോ അങ്ങനെ ഇല്ലോ നല്ലതാണ്. നമുക്ക് എക്സ്ട്രാ ഒന്നും ഓക്കെ. ആ വ്യത്യാസം നമ്മളിപ്പോഴും അവസാനിക്കേ. അതെ, അതാണ് ഇപ്പൊ എന്താ നിങ്ങളാ പൈസ ഒന്ന് കാര്യമുള്ളൂ. നമ്മൾ ഈ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാണ്ട് നെബിനുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ പറയാനുള്ളത്. ഇവിടെ ഒന്നുകൂടി കാര്യങ്ങളൊന്നും കഴിയണം പോകാൻ ബക്കറ്റ്. അത് ബക്കറ്റ് ആയതുകൊണ്ട് നിങ്ങൾ ചെറുതാക്കിയിടും. നിങ്ങൾ ഈ പേര് എഴുതാൻ നല്ല വരും. അത് അങ്ങനല്ല. നമ്മൾ അന്നാന്റെ കൂലി ആഗ്രഹിച്ച് ബിസ്മില്ലായിട്ട് അതിൽ ഒന്നുകൂടി കാര്യമായിട്ട്. കാരണം 5 ലക്ഷം റുപ്യാണ്. ഇത് നമ്മൾ ഓരോ വീട്ടിലും ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ശിർക്കൊന്നും ദരിദ്രത്തിനും അന്ധവിശ്വാസം പോലെ നേരായ പാതയിലേക്ക് നയിക്കാൻ. കാരണം ഈ ഓതുന്ന മൗലിയിലൊക്കെ നേരെ ശിർക്കാണ്. ഏത് വരികളിലേക്ക് നമ്മൾ പോയാലും കുറ്റമാകുന്ന വാനത്തിൽ അറ്റമില്ല ഞാൻ കയറി അങ്ങയോട് അന്യായം. റസൂലിനോട് കൊടുക്കൽ തരും, അത് മതി നരകത്ത് പോകാം. റസൂല് അള്ളാഹുവിനോട് കൊടുക്കൽ തരാൻ പറഞ്ഞു. ഈസാനബിയെ കാക്കാൻ എന്ന് പറഞ്ഞാണ് ക്രിസ്ത്യ സഭകൾ നരകത്ത് പോണത്. ജവിശാസനെ കാക്കാനാണ് നമ്മളും തോന്നും. അതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങളുടെ ബാധ്യതയാണ്. ഞാൻ നിങ്ങള് ഇറങ്ങുന്നതിന് ഒറ്റ വാക്ക് പറയാം. ആ വാക്കുകൾ ആയത് ഹുദൈബിയ സന്ധി സമയത്ത് ഹുദൈബിയ സന്ധി കേട്ടില്ലേ? മുസ്ലിങ്ങൾ ആരെങ്കിലും മുസ്ലിം പക്ഷത്ത് വന്നാലും അവിടെ പിടിച്ചു വെക്കും. അതായത് മുസ്ലിങ്ങളെ അവിടെ പിടിച്ചെടുക്കും. മുസ്ലിങ്ങൾ ആരെങ്കിലും വീട്ടിൽ വന്നാലോ അവരെ അങ്ങോട്ട് വിട്ടുകൊടുക്കണം. ആ സന്ധിയിൽ മുസ്ലിങ്ങളായ ആളുകൾ അവിടെ പിടിച്ചു പോയി വെറുതെ ഒരു ഫുള്ള് ദേവത്വം. ഒരു മുസ്ലിം തന്നെ നമ്മളൊക്കെ അങ്ങനെ ആണ്. എന്നിട്ട് ദേവത്വത്തിനോ അവിടെയുള്ള ആൾക്കാരൊക്കെ മുസ്ലിങ്ങൾ മുട്ടിക്ക് വരും. അങ്ങനെ ആ സന്ധിയാണ് ഖുർആനിൽ പറഞ്ഞ വലിയ വിജയമായ സന്ധ്യ. അതുകൊണ്ട് നമ്മളൊക്കെ അങ്ങനത്തെ ഒരു മുസ്ലിമാണ്. ഇത് കിട്ടുന്ന ചാൻസ് എന്ത് ചെയ്യണം? ഓരോരുത്തർക്കും ഇത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളൊക്കെ തയ്യാറാകണം. ഒരു ബാപ്പന്റെയും മകന്റെയും കഥയാണല്ലോ വലിയ ചർച്ച. അതാണ് ഞാനൊരു കുട്ടിയാ മുമ്പടാച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? വിവാദയില്ലേ? ഇത് പറയണം. തെറ്റ് കണ്ടാൽ പ്രത്യേകിച്ച് മരിച്ച കുട്ടിയൊക്കെ എമ്പാടുണ്ടാവും. അത് പറയാൻ നമ്മളെ ഉള്ളൂ. ഇതൊക്കെ കേൾക്കണം നിങ്ങളെ ഉള്ളൂ. നിങ്ങൾ തിരിച്ചറിഞ്ഞ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ മൗനം വായിച്ചു നിൽക്കുക. ഇന്നലെ കേട്ടില്ല, മൗനം വായിച്ചു നിൽക്കുവാനും ഓരോ കൃതത്തെ ആശയങ്ങളാണ്. ഇത് യോമസമത്തിൽ ശനിയാഴ്ച സമീപിക്കണ്ടാണ്. അങ്ങനെ ചില കാലം ചെയ്തു തലക്കെട്ട് കൃത്യവും നടക്കും. അവർ പിടിക്കാൻ കൈക്കോട്ടെ നിങ്ങളെ ഇടപെട്ട് വെച്ചപ്പോ ആ പറഞ്ഞോട് കുറിച്ചോട് ഒരേപോലെ. അതുകൊണ്ട് നമ്മൾ മൗനം പാലിച്ച് അമ്മായി അവരുടെ പരിപാടി ഇസ്ലാമിലില്ല. നേരെ വെട്ടി തുറന്ന്
നമ്മൾ പറയേണ്ടത് പറയണം. ഇതൊക്കെ പ്രത്യേകിച്ച് മരിച്ചവർക്ക് നമ്മൾ ആർജവത്തോടെ പറയാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പാപങ്ങൾ പഠിച്ച പൂർത്തിയാണ് സത്യത്തെ സത്യമായി കാണാൻ, ആ സൽപാന്താവിലൂടെ മരണം വരെ മുന്നോട്ട് പോകാനും ശരിക്കും പുറാപ്പാത്തും അന്ധവിശ്വാസമില്ലാത്ത യഥാർത്ഥ സുന്നത്തനുസരിച്ച് മരണത്തിന്റെ ആ സമയത്ത് എല്ലാ അനുഷ്ഠാനങ്ങളും ചെയ്യാനും റബ്ബ് നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ സത്യവിശ്വാസികളായ മാതാപിതാക്കൾ, ഗുരുവിന്മാർ, സഹോദരി സഹോദരങ്ങളൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് വസീയകളുടെ കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിൽ ആ ഇമാമ് തന്നെ പറഞ്ഞൊരു വാക്യം വാട്സപ്പിലൂടെ വായിച്ചിട്ടുണ്ട്. വിശന്നിട്ട് കുത്തുബ പറയാൻ കഴിയുന്നില്ല, കേൾക്കുന്നവർക്ക് കുത്തുബ ശ്രദ്ധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ വേഗം നിസ്കരിക്കാൻ പറഞ്ഞിട്ട് നിസ്കരിക്കുന്നു. അത്രയ്ക്ക് പ്രയാസം സഹിക്കുന്നവർ നമ്മളെപ്പോഴുള്ള മുസ്ലിം. അല്ലാഹു അവർക്ക് ഇസ്സത്ത്, നിർഭയത്വം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഈമാനോടുകൂടി സൗഭാഗ്യം നമുക്ക് കുടുംബത്തിൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാജ്യത്ത് ഓരോ പ്രതിസന്ധിയും, ലോകത്ത് മുസ്ലിം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക്, ഒരു മുസ്ലിമായി എന്നതിന്റെ പേരിൽ അനുഭവിക്കുന്ന എല്ലാവിധ കൂരമ്പുകളും, എല്ലാ പ്രശ്നങ്ങളും അതിനൊക്കെ ആശ്വാസം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ രാജ്യം ഭരിക്കുന്നവർക്ക് ഇസ്ലാമിന്റെ ഇസ്സത്ത് കാശ് ഇവിടെ ജീവിക്കാനുള്ള നിർഭയത്വം നൽകുന്ന കരുത്തരായ ഭരണാധികാരികൾ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നതാണ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر الذنوب والحمد لله رب العالمين. اللهم صل على محمد وعلى ال محمد. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.